ഇന്ന് നമുക്ക് സനൻ തേരി കസം എന്ന മനോഹരമായ പ്രണയ കഥ നോക്കിയാലോ. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്നെ പോലെ തന്നെ മനസ്സിൽ നല്ല വേദനയുണ്ടാകും, അത് ഉറപ്പ് തന്നെയാണ്. വിവാഹം കഴിക്കാനായി എത്തിയ ഒരുപാട് പുരുഷന്മാരാൽ റിജക്ട് ചെയ്യപ്പെട്ട പെൺകുട്ടി അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ക്രിമിനലും. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രണയമുണ്ടാവുകയാണ്. അവർ കുറെ കാര്യങ്ങൾ നേരിടേണ്ടിയും വരുന്നു. എന്താണ് അവർക്കിടയിൽ സംഭവിക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ നേരിടേണ്ടി വന്നത് എന്നൊക്കെ തുറന്നു കാട്ടിയ ഒരു മനോഹരമായ പ്രണയകഥ. അതും കാണുന്നവരുടെ മനസ്സ് സങ്കടം കൊണ്ട് നിറയ്ക്കും. ആ ഒരു സിനിമയുടെ കഥയിലേക്ക് നമുക്ക് കടന്നാലോ. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് പേര് കേട്ട വക്കീലായ ഇന്ദറിനെയാണ്. ഇന്ദർ ഒരു പ്രശസ്തമായ കേസൊക്കെ വാദിച്ച് ജയിച്ച് ആ ഒരു സന്തോഷത്തിൽ കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പേർ ഇന്ദറിനെ അഭിനന്ദിക്കുന്നുമുണ്ട്. ആ സന്തോഷത്തിൽ ഇന്ദർ തന്റെ വലിയ ബംഗ്ലാവിലേക്ക് എത്തും. എന്നിട്ട് ഒരു വൈൻ ബോട്ടിലും എടുത്ത് തന്റെ വീടിന് പരിസരത്തുള്ള ഒരു മരത്തിനടുത്തേക്ക് വരുന്നു. ആ മരവും സന്തോഷത്തിൽ അവനുമേൽ പൂക്കൾ ചൊരിയുകയാണ്. ഇന്ദറാണെങ്കിൽ സന്തോഷത്തോടു കൂടി ആ മരത്തിൽ കൊത്തിവെച്ചിരുന്ന വാക്കുകളെ തലോടും. സരസ്വതി പരിഹാർ. സരസ്വതിയുടെ ജനനവും മരണവും എല്ലാം അതിൽ കൊത്തിവെച്ചിരുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഒരു വലിയ അപ്പാർട്ട്മെന്റ്, അവിടെയാണ് ഇന്ദർ താമസിക്കുന്നത്. ഈ ഇന്ദർ ഒറ്റയ്ക്ക് താമസിക്കുന്നതിനാൽ വളരെ അലസമായിട്ടുള്ള ജീവിതമാണ് ഇന്ദറിന്റേത്. ഇന്ദർ താമസിക്കുന്ന ഫ്ളാറ്റിന് മുകളിലത്തെ ഫ്ളാറ്റിലായിട്ടാണ് നായികയായ സരസ്വതിയും താമസിക്കുന്നത്. എല്ലാവരും സരു എന്നാണ് അവളെ വിളിക്കുന്നത്. സരസ്വതി ഒരു ബ്രാഹ്മൺ കുടുംബത്തിൽ ജനിച്ചതായതിനാൽ സരസ്വതിയുടെ അച്ഛന് ചില ചിട്ടകളും നിയമങ്ങളും ഒക്കെയുണ്ട്. പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കില്ല, അങ്ങനെ കുറെ ചിട്ടകളൊക്കെയുണ്ട്. അതനുസരിച്ച് വളരുന്ന മകളാണ് ഈ സരസ്വതിയും. സരസ്വതിയെ കൂടാതെ അച്ഛനും അമ്മയ്ക്കും മറ്റൊരു പെൺകുട്ടി കൂടിയുണ്ട്, കാവേരി. സരസ്വതിക്ക് വേണ്ടിയിട്ട് വിവാഹമൊക്കെ അവർ ആലോചിക്കുന്നു. ഒരുപാട് വിവാഹങ്ങൾ നോക്കിയിട്ടും ഒന്നും നടന്നതേയില്ല. എന്നാലിപ്പോൾ സരസ്വതിയെ പെണ്ണ് കാണുവാനായിട്ട് ഒരു കൂട്ടർ വരുന്നുണ്ട്. അതിന്റെ തിരക്കിലാണ് അച്ഛനും അമ്മയും ഒക്കെ. എന്നാൽ ആ പയ്യന്റെ വീട്ടിൽ നിന്നും ഒരു കോൾ വരും. അവർ പറയുന്നത് എന്തെന്നാൽ, എന്റെ മകൻ പെണ്ണ് കാണുവാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന ഒരുപാട് പെൺകുട്ടികളുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ പെൺകുട്ടിയെ തന്നെ എന്റെ മകൻ ഇഷ്ടമായി, അതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് വരുന്നില്ല എന്നായിരുന്നു. അത് കേട്ട അച്ഛൻ ഉടനെ തന്നെ പെണ്ണ് കാണലിന് റെഡിയായിക്കൊണ്ടെന്ന് സരസ്വതിയോട്, ഇന്നിതൊന്നും നടക്കത്തില്ല, അതുകൊണ്ട് ജോലിക്ക് പോകുവാനായി റെഡിയാകുവാനായി പറഞ്ഞു. സരസ്വതി അതുപോലെ തന്നെ പുതിയ ഡ്രസ്സൊക്കെ മാറ്റി പഴയ ഡ്രസ്സ് എടുത്തിടും. സരസ്വതി ഒരു ലൈബ്രറിയനായിട്ടാണ് ജോലി ചെയ്യുന്നതും. എന്നാൽ സരസ്വതിയുടെ വിവാഹം നടക്കാത്തതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് സരസ്വതിയുടെ സഹോദരിയായിട്ടുള്ള കാവേരിക്കാണ്. അതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. കാവേരി മറ്റൊരു പയ്യനുമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ ആ പയ്യൻ UK പോകുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും കാവേരിക്ക് തങ്ങളുടെ വിവാഹം നടത്തിയെടുക്കണം, അതാണ് ആഗ്രഹവും. എന്നാൽ ഇപ്പോൾ സരസ്വതിയുടെ കല്യാണം നടക്കുന്നില്ലല്ലോ. സരസ്വതിയുടെ കല്യാണം നടന്നാലല്ലേ അനുജത്തിയായ കാവേരിയുടെ കല്യാണം നടക്കൂ. ആ ഒരു കാര്യം പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ട് നിൽക്കവേ തന്നെ സരസ്വതി എവിടേക്ക് വരുന്നത് കണ്ട് കാവേരി പറയും, ഒരു കല്യാണവും നടക്കുന്നില്ലെങ്കിൽ ചേച്ചിക്ക് ആരെങ്കിലും അങ്ങ് കണ്ടുപിടിച്ചൂടെ എന്നൊക്കെ ചോദിച്ച് അവൾ ഒരുപാട് പ്രശ്നമുണ്ടാക്കുമ്പോൾ സരസ്വതി പറയുന്നത്, ഞാൻ എന്ത് ചെയ്യാനാ, എന്നെ ആരും ഇഷ്ടപ്പെടാത്തത് എന്റെ കുറ്റം കൊണ്ടാണോ? അതുകൊണ്ടല്ലേ നിങ്ങളൊരാളെ കണ്ടെത്തി തരുവാനായി ഞാൻ പറയുന്നത്. അത് കേട്ട കാവേരി പറയുന്നത്, ഇങ്ങനെ പോയാൽ എനിക്ക് ഒളിച്ചോടി പോകാനേ പറ്റൂവെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് വയലന്റ് ആകും. അതെല്ലാം കേട്ട് സങ്കടത്തോടെ അച്ഛനൊപ്പം ജോലിക്കായി ഇറങ്ങി പോവുകയാണ് സരസ്വതിയും. എന്നാൽ അവർ ഇറങ്ങി താഴേക്ക് വരുന്ന സമയത്ത് ഇന്ദറിനെയും അവന്റെ ഗേൾഫ്രണ്ടിനെയും കാണും. ഇവർ രണ്ടുപേരും കാണാൻ പാടില്ലാത്ത രീതിയിലൊക്കെ നിൽക്കുകയായിരുന്നു. അത് കണ്ട് അച്ഛൻ ഒരുപാട് ദേഷ്യം വരും. ശുദ്ധ ബ്രാഹ്മണനായി ജീവിക്കുന്ന ആൾക്ക് ഇങ്ങനെയൊക്കെ പബ്ലിക്കായി ചെയ്യുന്നത് കണ്ടാൽ ദേഷ്യം വരില്ലേ? മുകളിലെ ലിഫ്റ്റ് വർക്ക് ആവാത്തതിനാലാണ് ഇപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി അച്ഛനും മകളും താഴേക്ക് വന്നിരിക്കുന്നത്. ലിഫ്റ്റ് വർക്ക് ആവാത്തതിന് കാരണം ഇന്ദറിന്റെ കാമുകി ഇവിടെ ലിഫ്റ്റും തുറന്നു വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അത് കണ്ട് അച്ഛൻ ഒരുപാട് ദേഷ്യം വരും. അച്ഛൻ അവരെ രണ്ടുപേരെയും എന്തൊക്കെയോ വഴക്കൊക്കെ പറഞ്ഞാണ് ലിഫ്റ്റിനുള്ളിലേക്ക് കയറുന്നതും. അതൊന്നും മൈൻഡ് ചെയ്യാതെ രണ്ടുപേരെയും ശ്രദ്ധിക്കാതെ അച്ഛന് പിന്നാലെ സരസ്വതിയും കയറുന്നുണ്ട്. എന്നാൽ ഇന്ദറാണെങ്കിൽ സരസ്വതിയെ കണ്ടതും അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കും. താഴേക്ക് വന്ന സരസ്വതിയും കൂട്ടി അച്ഛൻ നേരെ പോയത് ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിക്ക് അടുത്തേക്കായിരുന്നു. ഇന്ദറിനെ പറ്റി പരാതി പറയും. ഇന്ദർ ഇതുപോലെ അവന്റെ ഗേൾഫ്രണ്ടുമായിട്ട് കാണാൻ പാടില്ലാത്ത രീതിയിലൊക്കെ പബ്ലിക്കായി നിൽക്കുന്നു. പെൺകുട്ടികളെയൊക്കെ താൻ എങ്ങനെ വളർത്തും എന്നുള്ള രീതിയിലാണ് അച്ഛന്റെ സംസാരവും. കുറച്ച് നല്ല ഫാമിലി താമസിക്കുന്ന ഈ ഒരു അപ്പാർട്ട്മെന്റിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഒരുപാട് ബഹളമുണ്ടാക്കും. അതെല്ലാം കേൾക്കുന്ന സെക്രട്ടറി ഒരു കാര്യം പറയുന്നു. എന്തെന്നാൽ 13 വയസ്സിൽ ഒരു കൊലപാതകം ചെയ്ത് ജയിലിൽ പോയ ആളാണ് ഇന്ദർ. മാത്രമല്ല ഈ ഇന്ദറിന്റെ അച്ഛനാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള വക്കീലാണ്.
ഈ ഇന്ദറിന് കുറച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ചെയ്താലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ നമ്മളെ ഓട്ടിക്കും. അതുകൊണ്ട് തന്നെ അവന്റെ അടുത്ത് ഒരു കളിയും നടക്കില്ല എന്നുള്ള രീതിയിലാണ് സെക്രട്ടറിയൊക്കെ സംസാരിക്കുന്നതും. അതൊന്നും കേട്ടിട്ട് സരസ്വതിയുടെ അച്ഛൻ അടങ്ങുവാനായി തീരുമാനിച്ചില്ല. എങ്ങനെയെങ്കിലും ഇന്ദറിനെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ള വാശിയിൽ തന്നെയായിരുന്നു അച്ഛനും. ഒരു സെക്രട്ടറിയുടെ ചുമതല അവിടുത്തെ അപ്പാർട്ട്മെന്റ് ഡിസിപ്ലിൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആൾക്കാർ തിരഞ്ഞെടുത്തോളാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് അച്ഛൻ അവിടെ നിന്ന് പോകുന്നത്. അവർ ജോലി സ്ഥലത്തേക്ക് ഒരു ടാക്സിയിലായിരുന്നു പോകുന്നത്. പോകുന്ന സമയത്ത് പ്രണയ കവിതകളായിരുന്നു സരസ്വതി വായിക്കുന്നതും. അത് കണ്ട് അച്ഛൻ പറയുന്നത്, എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുന്നത്? ഇത് വായിച്ചത് കൊണ്ട് നിനക്ക് നോളജ് വല്ലതും വളരുമോ? ഇല്ലല്ലോ. ഉപയോഗമുള്ള വല്ലതും വായിക്കുവാനായിട്ടും അച്ഛൻ പറഞ്ഞു. അപ്പോഴേ സരസ്വതി ബുക്ക് അങ്ങ് അടച്ചു വെച്ചു. സരസ്വതിയെ നേരെ ആ ഒരു ലൈബ്രറിയിൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് അച്ഛൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ സരസ്വതി ലൈബ്രറിയിൽ തന്റെ ജോലികളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം തന്നെ അഭിമന്യു ശാസ്ത്രി എന്നൊരാൾ അവിടേക്ക് വരികയാണ്. ഈ അഭിമന്യുവിനോട് സരസ്വതിക്ക് ചെറിയ ക്രഷ് ഉണ്ട്. അഭിമന്യുവിന് എല്ലാ സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നത് സരസ്വതിയായിരുന്നു. അഭിമന്യുവിന്റെ കമ്പനിയുടെ ജോലിയുടെ സഹായത്തിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൾ ചെയ്തു കൊടുക്കുമായിരുന്നു. അഭിമന്യു അവിടേക്ക് വന്നിട്ട്, കഴിഞ്ഞ ദിവസം നീ ചെയ്തു തന്ന ആ ഒരു പേപ്പർ വർക്ക് ഉണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് ഹെൽപ്പായിരുന്നു. അതുപോലെ നീ എനിക്ക് വേറൊരു ഹെൽപ്പ് കൂടി ചെയ്യുമോ? എന്റെ ബോസിന്റെ വൈഫ് ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേഷം കിട്ടുന്ന ആള് വന്നില്ല. നീ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യുമോ? നീ ആ വേഷം കിട്ടുമോ എന്ന് ചോദിക്കുന്നു. ആദ്യം അവളൊന്ന് മടിച്ചു. എന്നാൽ അഭിമന്യുവാണെങ്കിൽ സരുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിൽ സരു ഫ്ലാറ്റായി. അവൾ കരടിയുടെ വേഷം കിട്ടാമെന്നും സമ്മതിച്ചു. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ കരടിയുടെ വേഷമൊക്കെ ധരിച്ച് അവൾ ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെ കുട്ടികളോടൊക്കെ അവൾ ഒരുപാട് സമയം ചിലവഴിക്കും. വേഷം കിട്ടി നിൽക്കുകയായിരുന്ന സരസ്വതിക്കടുത്തെത്തിയ അഭിമന്യുവിന്റെ കുറച്ച് കൊളീഗ്സ്, സരസ്വതി, നിനക്ക് ഈ വേഷം കിട്ടുന്നതിന് അഭിമന്യു എന്ത് തന്നു? നിന്റെ കയ്യിൽ പിടിച്ച് സംസാരിച്ചു കാണും, അത് തന്നെയല്ലേ? പിന്നെ നീ രഹസ്യമായിട്ട് എല്ലാ വാലന്റൈൻസ് ഡേക്കും അഭിമന്യുവിന് അയക്കുന്ന ആ കാർഡുകളുണ്ടല്ലോ, അതെല്ലാം ഞങ്ങൾ വായിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരവളെ കളിയാക്കി ചിരിക്കും. അത് കേട്ട് സങ്കടം സഹിക്കാനാകാതെ സരസ്വതിയാണെങ്കിൽ അവിടെ നിന്ന് നേരെ ഓടിപ്പോയി ലിഫ്റ്റിൽ കയറും. ലിഫ്റ്റിൽ നിന്ന് കരയുകയായിരുന്നപ്പോൾ ലിഫ്റ്റിലേക്ക് ആരോ കയറുന്ന ശബ്ദം കേട്ട് സരസ്വതി മുഖം മറയ്ക്കുന്നു. കയറിയത് മറ്റാരുമല്ല, ഇന്ദർ തന്നെയായിരുന്നു. എന്നാൽ ഇന്ദറിനറിയത്തില്ലല്ലോ ആ നിൽക്കുന്നത് സരസ്വതിയാണെന്ന്. കുറെ നേരം കഴിഞ്ഞപ്പോൾ പവർ കട്ടുണ്ടായി. ലിഫ്റ്റും സ്റ്റോപ്പായി. എന്നാൽ അതിനുള്ളിലായിരുന്ന സരസ്വതിക്കും ഇന്ദറിനും വല്ലാതെ വിയർക്കുവാനായും തുടങ്ങി. ചൂട് കാരണം ഇന്ദർ തന്റെ ഷർട്ട് അഴിച്ചു മാറ്റും. എന്നാൽ അവൻ കരുതിയത് അടുത്ത് നിൽക്കുന്നത് ഒരു പുരുഷനായിരിക്കുമെന്നാണ്. എന്നിട്ടവൻ തന്റെ പാന്റ് അഴിക്കാനായിട്ട് പോയി. അപ്പോൾ തന്നെ സരസ്വതി എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് തന്റെ മുഖംമൂടി അഴിച്ചു മാറ്റുന്നു. അപ്പോഴാണ് അവന് മനസ്സിലായത് ആ നിൽക്കുന്നത് സരസ്വതിയാണെന്ന്. അയ്യോ, ഞാൻ അറിഞ്ഞില്ല, സോറി സോറി എന്ന് പറഞ്ഞ് അവൻ ഡ്രസ്സ് വീണ്ടും എടുത്ത് ധരിക്കും. എന്നാൽ കുറെ നേരം കഴിഞ്ഞതും സരസ്വതിക്ക് വല്ലാതെ വിയർക്കുവാനായും തുടങ്ങി. അവൾ അതിനാൽ നിന്നും ബുദ്ധിമുട്ടുന്നത് ഇന്ദറിന് മനസ്സിലായി. ഇന്ദർ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇതും ഇട്ടുകൊണ്ട് നിൽക്കുന്നത്? അതങ്ങ് അഴിച്ചു മാറ്റി. എന്നാൽ സരസ്വതിക്കാണെങ്കിൽ അത് അഴിക്കുവാനായി പറ്റുന്നതേയില്ല. ഒടുവിൽ ഇന്ദറാണെങ്കിൽ അവളെ സഹായിക്കുവാനായും തീരുമാനിച്ച് സിബ് അഴിച്ചു കൊടുക്കുവാൻ നോക്കുന്ന സമയം തന്നെയായിരുന്നു കറണ്ട് വന്നതും. സരസ്വതി അവിടെ നിന്നും നേരെ ഇറങ്ങി ലൈബ്രറിയിലേക്ക് ഓടിപ്പോകും. ഈ ഇന്ദറും അവിടെ എത്തിയത് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുവാനായിട്ടായിരുന്നു. ലൈബ്രറിയിലെത്തി കോസ്റ്റ്യൂമൊക്കെ അഴിച്ചു മാറ്റിയിട്ട് സരസ്വതി നിൽക്കുന്ന സമയത്തായിരുന്നു ഇന്ദർ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ട് സരസ്വതിക്ക് അടുത്തേക്ക് വന്നതും. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു ബുക്ക് സജസ്റ്റ് ചെയ്യാനാകുമോ? അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എങ്ങനത്തെ ബുക്കാണ്? ഒരു 8 വർഷം ജയിലിൽ കിടന്നിട്ട് വന്ന ആൾക്ക് എങ്ങനത്തെ ബുക്കാ പറ്റിയതെന്നും ഇന്ദർ ചോദിക്കുന്നു. അത് കേട്ട് സരസ്വതി ഒന്ന് ഞെട്ടും. കാരണം സരസ്വതിയുടെ മനസ്സിലെ ഈ ഇന്ദറിനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജ് ആണല്ലോ ഉള്ളത്. സരസ്വതിയാണെങ്കിൽ പോയൊരു ബുക്ക് എടുത്ത് ഇന്ദറിന് കൊടുക്കുന്നു. ഇന്ദർ ആ ബുക്ക് വാങ്ങി നന്ദിയും പറഞ്ഞ് അവിടെ നിന്ന് പോകും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഇന്ദർ ആണെങ്കിൽ ലൈബ്രറിയിലേക്ക് വരുവാനായും തുടങ്ങി. എന്നിട്ട് ഓരോ തവണ ബുക്ക് കൊടുക്കുമ്പോഴും ആ കാർഡിനുള്ളിൽ അവൻ എന്തൊക്കെയോ എഴുതിയിട്ടാണ് കൊടുക്കുന്നതും. പക്ഷെ സരസ്വതിയാണെങ്കിൽ ആ കാർഡൊന്നും നോക്കുന്നത് പോലുമില്ല. മാത്രമല്ല ഇന്ദറിനെ പോലും അവൾ ശ്രദ്ധിക്കുന്നുമില്ല. അത് കാണുന്ന ഇന്ദറിന് വല്ലാതെ വിഷമം ഉണ്ടാകുന്നു. ഒരിക്കൽ ഫുഡ് കഴിക്കുകയായിരുന്നു സരസ്വതിയും അച്ഛനും അമ്മയും പിന്നെ സഹോദരിയായ കാവേരിയും. അപ്പോൾ സരസ്വതിയുടെ അച്ഛൻ സരസ്വതിയോട് പറയും, ഞങ്ങൾ ഇന്ന് തിരുപ്പതിക്ക് പോകുന്നുണ്ട്. പിന്നെ ഇന്നൊരു കാര്യം കൂടി നടക്കുവാൻ പോവുകയാണ്. നമ്മുടെ കാവേരിയുടെ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള സഞ്ജയ് നിനക്ക് വേണ്ടിയിട്ട് ഒരു പയ്യനെ കൊണ്ടുവരികയാണ്. അത് കേട്ട സരസ്വതി പറയുന്നത്, നിങ്ങൾ ആരുമില്ലാതെ ഞാൻ എങ്ങനെയാ പയ്യനെ കാണുന്നത്? അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ കാവേരിയും സഞ്ജയും ഇല്ലേ, അവരെല്ലാ കാര്യവും നോക്കിക്കോളും എന്ന് പറയുന്നു. അച്ഛനും അമ്മയും തിരുപ്പതിയിലേക്കും പോയി. കുറെ നേരം കഴിഞ്ഞതും സഞ്ജയ് ഒരു പയ്യനുമായി അവിടെ എത്തി.
അവരെല്ലാവരും ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ സരസ്വതിക്ക് സംസാരിക്കുവാനുള്ള ഗ്യാപ്പ് പോലും അവർ കൊടുക്കുന്നതേയില്ല. സരസ്വതിയെ കണ്ടിട്ട് സഞ്ജയ് ആണെങ്കിൽ ആ പയ്യനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. വന്നവർ പോയി കഴിയുമ്പോൾ ആ പയ്യന്റെ മൊബൈൽ ഫോൺ അവൻ എടുക്കാൻ മറന്നിരുന്നു. അതെടുത്തു കൊടുത്ത കാവേരിയാണെങ്കിൽ ചെല്ല്, ഈ ഫോൺ കൊടുക്കുന്നതായിട്ട് അവനടുത്ത് ചെന്ന് അവനോട് കുറച്ച് സംസാരിക്കുവാനായും പറഞ്ഞു. അങ്ങനെ അത് കേട്ടതും സരസ്വതിയാണെങ്കിൽ ആ മൊബൈൽ ഫോണുമായി താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. എന്നാൽ അവൾ അവിടെ വെച്ച് കുറച്ച് കാര്യങ്ങൾ കേൾക്കുകയാണ്. സഞ്ജയും ആ വന്ന പയ്യനും കൂടി സംസാരിക്കുന്നുണ്ട്. ആ പയ്യൻ പറയുന്നത്, നിനക്ക് കിട്ടിയത് ഒരു ബ്യൂട്ടി ക്യൂവിനെ, എനിക്ക് കിട്ടുന്നത് ഒരു ആന്റി ലുക്കുള്ള ഒരുത്തിയെ. നീ എന്തിനാ എനിക്ക് വേണ്ടിയിട്ട് ഇവളെ ആലോചിച്ചത് എന്ന് ചോദിക്കുന്നു. എന്നാൽ അത് കേട്ട സഞ്ജയ് പറയുന്നത്, ഇതുവരെ വന്ന 9 കല്യാണ ആലോചനകൾ റിജക്റ്റായി, ദേ നീ 10ാമത്തേതാണെന്നും പറയുന്നു. അത് കേട്ടതും സരസ്വതിക്ക് സഹിക്കാനായില്ല. സരസ്വതി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കയറിപ്പോകും. പക്ഷേ അതെല്ലാം ഇന്ദർ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് എത്തിയ സരസ്വതിയാണെങ്കിൽ കാവേരിയോട് ചോദിക്കുന്നുണ്ട്, നീ എനിക്ക് 9 പേര് പെണ്ണാലോചിച്ചു വന്ന കാര്യം നീ സഞ്ജയോട് പറഞ്ഞിരുന്നോ? അവരതൊക്കെ എന്തിനാ അവിടെ ചർച്ച ചെയ്യുന്നത്? നീ എന്തിനാ എന്റെ കാര്യമെല്ലാം സഞ്ജയോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് കാവേരിയെ വഴക്ക് പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന കാവേരി പറയുന്നുണ്ട്, നീ ഇങ്ങനെ നിൽക്കുന്നത് കാരണമാ എന്റെ വിവാഹം നടക്കാത്തത്. ഇനി 1 മാസം കൂടിയുള്ളൂ സഞ്ജയ് തിരിച്ച് UK പോകാൻ. അവൻ എനിക്ക് 1 മാസം തന്നിട്ടുണ്ട്. ഇതിനിടയിൽ വെച്ച് കല്യാണം നടന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ മറന്നേക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ കല്യാണം പോലും നടക്കില്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യണം? അവനോടൊപ്പം ഒളിച്ചോടി പോകണമെന്ന് ചോദിച്ച് അവളുടെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുവാനായി പോകുന്ന സമയം സരസ്വതി പറയുന്നുണ്ട്, അങ്ങനെ ഒന്നും ചെയ്യരുതേ കാവേരി, അച്ഛനും അമ്മയ്ക്കും ഒരുപാട് വിഷമമാകും. നീ ഒന്ന് വെയിറ്റ് ചെയ്, എനിക്കുള്ള പയ്യനെ ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം എന്നും സരസ്വതി പറയുന്നു. അങ്ങനെ സരസ്വതി അവളെ സമാധാനിപ്പിക്കും. അങ്ങനെ ലൈബ്രറിയിലെത്തിയ സരസ്വതിയാണെങ്കിൽ അവിടുത്തെ ഒരു മാഗസീനിൽ നിന്നും സ്റ്റൈലിസ്റ്റും മേക്ക് ഓവർ സ്പെഷ്യലിസ്റ്റുമായിട്ടുള്ള റൂബിയുടെ ഡീറ്റെയിൽസ് കാണുന്നു. ഈ റൂബിയെ അവൾക്ക് ഓർമ്മ വരും. എന്നാൽ ഇത് ഇന്ദറിന്റെ ഗേൾഫ്രണ്ട് ആണല്ലോ. മാത്രമല്ല ഒരിക്കൽ ലിഫ്റ്റിൽ വെച്ച് ഇന്ദറുമായിട്ട് റൂബി വഴക്കിട്ട് പോകുന്നത് ഈ സരസ്വതിയും അച്ഛനും കണ്ടിരുന്നു. ഉടനെ തന്നെ ആ ഒരു മാഗസീനും എടുത്ത് സരസ്വതി പോവുകയാണ്. റൂബിയുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് സരസ്വതി ശ്രമിക്കുമ്പോൾ 3 മാസത്തേക്ക് യാതൊരുവിധ അപ്പോയിന്റ്മെന്റും ഇല്ല. പിന്നെ റെക്കമെൻഡേഷൻ വല്ലതും ഉണ്ടെങ്കിൽ അതിനിടയിൽ വെച്ച് കാണാമെന്നും അവർ പറഞ്ഞതിനാൽ സരസ്വതി ഒരു കാര്യം ചിന്തിക്കും, ഈ റൂബി ഇന്ദറിന്റെ ഗേൾഫ്രണ്ട് ആണല്ലോ, അപ്പോൾ ഇന്ദറിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ച് അന്ന് തന്നെ ഇന്ദറിനെ കാണുവാനായും തീരുമാനിച്ചു. പകൽ സമയത്ത് ഇന്ദറിനോട് മിണ്ടുന്നതോ അവന്റെ ഫ്ളാറ്റിലേക്ക് പോകുന്നതോ മറ്റാരെങ്കിലും കണ്ടാൽ അത് പ്രശ്നമല്ലേ എന്ന് ചിന്തിച്ച് അവളാണെങ്കിൽ വെളുപ്പിന് അവന്റെ ഫ്ളാറ്റിലേക്ക് പോകുന്നു. അതേസമയം ഇന്ദർ ആണെങ്കിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇന്ദറിനടുത്ത് വന്നിട്ട് കാര്യം പറയും. നിങ്ങളുടെ ഗേൾഫ്രണ്ട് അല്ലേ റൂബി, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് വാങ്ങി തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും ബ്രേക്കപ്പ് ആയി എന്നാണ്. എന്നാൽ ഒരുപാട് നേരം സരസ്വതി കെഞ്ചും. അതേ സമയം തന്നെയായിരുന്നു റൂബി അവിടേക്ക് മദ്യപിച്ച് ലെക്കില്ലാതെ കയറി വരുന്നതും. സരസ്വതിയും ഇന്ദറിനെയും കണ്ട അവളാണെങ്കിൽ മോശമായി ഓരോന്ന് പറയുന്നു. സരസ്വതിയെ പറ്റി അവൾ എന്തൊക്കെയോ പറയുകയാണ്. അത് കേട്ട് ഇന്ദർ പറയുന്നത്, നീ വിചാരിക്കും പോലെ ഒന്നുമല്ല, നിന്റെ അപ്പോയിന്റ്മെന്റ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷന് വേണ്ടിയിട്ടാണ് ഇവൾ എന്നെ കാണാൻ വന്നത്, അല്ലാതെ ഞങ്ങൾക്കിടയിൽ യാതൊരുവിധ ബന്ധവുമില്ലെന്ന് പറയുമ്പോഴും സരസ്വതിയെ മോശമായി തന്നെ അവൾ പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന ഇന്ദർ ആണെങ്കിൽ സരസ്വതിയോട് സോറി പറയുവാനായും പറയും. പക്ഷേ അത് പറയുവാനായിട്ട് റൂബി കൂട്ടാക്കിയില്ല. റൂബി വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്ദർ ദേഷ്യം വന്ന് അവളെ വഴക്ക് പറയും. എന്നാൽ പോകുവാനായി ഇറങ്ങിയ റൂബിയാണെങ്കിൽ തന്റെ കൈവശമുണ്ടായിരുന്ന ബിയർ ബോട്ടിൽ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അതിന്റെ ചില്ലുകൾ സരസ്വതിയുടെ ദേഹത്ത് വീഴാതിരിക്കുവാനായിട്ട് ഇന്ദർ ആണെങ്കിൽ അവളെ ചേർത്ത് പിടിക്കും. എന്നാൽ ആ ചില്ലുകളെല്ലാം വന്ന് തറച്ചത് ഇന്ദറിന്റെ മുതുകത്തായിരുന്നു. മുതുകിൽ നിന്നും ഒരുപാട് ചോര പൊടിഞ്ഞുകൊണ്ടേയിരുന്നു. ഹോസ്പിറ്റലിൽ പോകാതെ ഇന്ദർ നേരെ പോകുന്നത് ഒരു മെഡിക്കൽ ഷോപ്പിലേക്കായിരുന്നു. സരസ്വതിയും കൂടെ പോകുന്നുണ്ട്. എന്നാൽ അതെല്ലാം അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി കാണുകയായിരുന്നു. മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഗുളികയൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയം തന്നെയായിരുന്നു ഒരു പോലീസ് ഓഫീസർ അവിടേക്ക് വന്നത്. ഹരി എന്നാണ് ആ ഒരു പോലീസ് ഓഫീസറിന്റെ പേര്. ഇന്ദർ ജയിലിൽ കിടന്നതിനാൽ ഇന്ദർ മറ്റെന്തോ പ്രശ്നമുണ്ടാക്കി ചോരയിൽ കുളിച്ച് നിൽക്കുകയാണെന്നാണ് ആ ഒരു പോലീസ് ഓഫീസർ കരുതിയത്. ഇന്ദറിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുവാൻ പറഞ്ഞിട്ട് ഹരി പോകുമ്പോൾ ഹരിക്ക് പിന്നാലെ പോയിട്ടുള്ള സരസ്വതിയാണെങ്കിൽ, സാർ, ഇത് വേറൊരു പ്രശ്നവുമല്ല, ഇന്ദറും ഗേൾഫ്രണ്ടും തമ്മിൽ ചെറിയൊരു പ്രശ്നമായി, ആ കുട്ടി ബിയർ ബോട്ടിൽ എടുത്ത് എറിഞ്ഞതാണെന്നും സരസ്വതി പറയും. എന്നാൽ അതൊന്നും കേൾക്കുവാനായിട്ട് ഹരി കൂട്ടാക്കിയില്ല. എന്നാൽ ഒരു കാര്യം ചെയ്, അവന്റെ ഗേൾഫ്രണ്ടിനോടും സ്റ്റേഷനിലേക്ക് വരാൻ പറ, എങ്കിൽ അവനെ വിട്ടയക്കാമെന്നും ഹരി പറയുന്നു. അത് കേട്ടിട്ട് സരസ്വതി പറയുന്നത്, ഗേൾഫ്രണ്ടിനെ സ്റ്റേഷനിലേക്ക് വരുത്തുന്നതൊന്നും ശരിയല്ല, അത് ആകെ പ്രശ്നമാകും. ഇത് വലിയ പ്രശ്നമായാൽ പിന്നീട് അവർക്ക് സോറിയോ ഐ ലവ് യോ പറയാനായി പറ്റില്ല എന്ന് പറയും. അത് കേട്ടതും ഹരി ചോദിക്കും, എന്താ ഇപ്പോൾ പറഞ്ഞത്? സോറി ഐ ലവ് യുവോ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഹരിയാണെങ്കിൽ അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണ്ട,
ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ മുറിവെല്ലാം ഡ്രസ് ചെയ്തിട്ട് അവരെ ഫ്ളാറ്റിലേക്ക് ഇറക്കി വിടുവാനായിട്ടും ഹരി പറയുന്നു. ഹരി എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നാൽ ഹരിയുടെ വൈഫ് മരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഹരിയോട് പറഞ്ഞിരുന്നു. ഹരി, നിന്റെ ഈ തോക്ക് കൊണ്ട് ഈ ലോകമൊന്നും നന്നാക്കുവാനായും പറ്റത്തില്ല, പക്ഷെ ഒരു സോറിക്കോ ഐ ലവ് യുനോ ലോകം നേരെയാക്കാൻ പറ്റുമെന്ന് ഭാര്യ പറഞ്ഞിരുന്നു. അക്കാര്യമാണ് സരസ്വതി അങ്ങനെ പറഞ്ഞപ്പോൾ ഹരി ഓർത്തതും. ഹരി അങ്ങനെ പറഞ്ഞത് കേട്ട് സരസ്വതിക്ക് തന്നെ ഹരിയോട് റെസ്പെക്റ്റും തോന്നുന്നു. പോലീസുകാർ ഇന്ദറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് സരസ്വതിയും ഇന്ദറിനെയും അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് പോകും. പോലീസ് ജീപ്പിലാണല്ലോ അവർ വന്നിറങ്ങിയത്. അതെല്ലാം സെക്യൂരിറ്റി കാണുന്നുണ്ട്. റൂമിലേക്ക് എത്തിയ ഇന്ദറാണെങ്കിൽ ബോധം കെട്ട് കട്ടിലിലൂടെ വീഴും. അവിടെ ആകെ രക്തം പറ്റിയിരിക്കുന്നത് സരസ്വതി കാണുന്നു. ഓവറായിട്ട് രക്തം പോകുന്നത് കണ്ട് അതെല്ലാം ക്ലീൻ ചെയ്യുവാനായും സരസ്വതി തീരുമാനിച്ചു. അങ്ങനെ നേരം വെളുത്ത സമയം തന്നെയായിരുന്നു സരസ്വതിയുടെ അച്ഛനും അമ്മയും തിരുപ്പതിയിൽ പോയിട്ട് തിരികെ വന്നതും. അച്ഛനെയും അമ്മയും കണ്ട ഉടൻ തന്നെ സെക്രട്ടറിയും സെക്യൂരിറ്റിയും ബാക്കിയുള്ള എല്ലാവരും ചേർന്ന്, നിങ്ങളുടെ മകളില്ലേ, ദേ ആ പയ്യനൊപ്പം കണ്ടു എന്ന് പറയുമ്പോൾ അത് കേട്ടതും അച്ഛൻ പറയും, എന്റെ മകൾ അങ്ങനെ ഒരു പെണ്ണേയല്ല, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ, ദേ അവന്റെ ഫ്ളാറ്റിൽ തന്നെയുണ്ട്, വന്നു നോക്കിയാൽ കാണാമെന്ന് പറഞ്ഞ് അച്ഛനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഫ്ളാറ്റിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇന്ദറിനൊപ്പം ബെഡിലിരിക്കുന്ന സരസ്വതിയാണ്. സരസ്വതി അപ്പോൾ ബ്ലഡ് ക്ലീൻ ചെയ്യുകയായിരുന്നു. അത് കണ്ട് അച്ഛൻ തെറ്റിദ്ധരിച്ചു. അച്ഛൻ അകത്തേക്ക് വന്നിട്ട് സരസ്വതിയെ തല്ലും. എന്നാൽ ഇന്ദറാണെങ്കിൽ അതിൽ ഇടപെട്ടിട്ട്, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഒരിക്കലും നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നും ഇവിടെ നടന്നില്ല എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും കേൾക്കുവാനായിട്ട് അച്ഛനും മറ്റുള്ളവരും കൂട്ടാക്കിയില്ല. അച്ഛൻ ഉടനെ തന്നെ ഒരു പൂജാരിയെ വിളിച്ചിട്ട്, എന്റെ മകൾ മരിച്ചു, അതിന്റെ ചടങ്ങുകൾ നടത്താനായിട്ട് എത്രയും വേഗം വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകും. തനിക്കിനി ആ ഒരു വീട്ടിലേക്ക് കടക്കുവാനേ പറ്റില്ല, താൻ മരിച്ചതായി വീട്ടിലുള്ളവർ കരുതിയെന്ന് സരസ്വതിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സരസ്വതിയാണെങ്കിൽ ഇനി താൻ എങ്ങോട്ട് പോകുമെന്ന് ചിന്തിച്ച്, ഞാൻ ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങും. ബസ്സിലിരിക്കുകയായിരുന്ന സരസ്വതിയെ അമ്മ വിളിച്ചിട്ട് കാര്യം തിരക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം സരസ്വതി പറയുന്നു. എന്നാൽ അമ്മ പറയുന്നത്, നമ്മുടെ കാവേരിയുടെ കല്യാണം നടത്തുവാനായിട്ട് അച്ഛൻ തീരുമാനിച്ചു. അത് കേട്ട സരസ്വതി പറയുന്നത്, അതെന്തായാലും നന്നായി, കാവേരിയുടെ കല്യാണം നടക്കണമെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാറണം, എങ്കിലേ കാവേരിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്നും സരസ്വതി പറയുന്നു. സരസ്വതി പറയുന്നതെല്ലാം കേട്ട് അമ്മ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. സരസ്വതി നേരെ ലൈബ്രറിയിലേക്ക് വന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് താനിനി എവിടെ താമസിക്കുമെന്ന് ചിന്തിച്ച് ഓരോ വീടുകളും ഫ്ളാറ്റുകളും ഒക്കെ അവൾ അന്വേഷിക്കും. അവൾക്കാണെങ്കിൽ വീട്ടുകാരെ വിട്ട് നിൽക്കുന്നത് സഹിക്കാനേ പറ്റുന്നില്ല. അവൾ ഓരോന്ന് ആലോചിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെയായിരുന്നു അവിടേക്ക് ഇന്ദർ വന്നത്. ഇന്ദർ ആണെങ്കിൽ സരസ്വതിക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വീട് സെറ്റാക്കിയിരുന്നു. ഇന്ദർ കണ്ടെത്തിയ ആ ഒരു വീട്ടിലേക്ക് സരസ്വതി അവൻ കൂട്ടിക്കൊണ്ടു വരികയാണ്. അവിടെ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് സാധനങ്ങൾ കൂടി അവർക്ക് വാങ്ങാനുണ്ട്. അത് വാങ്ങുവാനായിട്ട് മാർക്കറ്റിലേക്ക് പോകും. എന്നാൽ അവിടെ വെച്ച് ഇന്ദറാണെങ്കിൽ കുറച്ച് മദ്യം കഴിക്കും. കൂടെ ഉണ്ടായിരുന്ന സരസ്വതിയും അത് വാങ്ങി കഴിക്കുകയാണ്. അത് കുടിച്ചതും സരസ്വതിയുടെ കിളി പോയി. അവളാണെങ്കിലോ തന്റെ സങ്കടമെല്ലാം മറന്ന് പാട്ട് പാടുവാനും ഡാൻസ് കളിക്കുവാനും ഒക്കെ തുടങ്ങി. അതെല്ലാം ഇന്ദർ രസിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ഇന്ദറും സരസ്വതിയും റോഡിലൂടെ നടന്നു പോകുന്ന സമയം മുൻപേ പോയ ഒരാളുടെ കയ്യിൽ നിന്നും അയാളുടെ പേഴ്സ് ആണെങ്കിൽ തറയിൽ വീണു. അതേതോ കുറച്ച് വലിയ ആളാണ്. ആ പേഴ്സ് ആണെങ്കിൽ മറ്റൊരാൾ വന്ന് എടുക്കുന്നത് സരസ്വതി കാണുന്നു. അയാളുടെ കയ്യിൽ നിന്ന് പേഴ്സ് തിരിച്ചു വാങ്ങുവാനായിട്ട് സരസ്വതി ശ്രമിക്കുമ്പോൾ അവിടേക്ക് ഇന്ദറും എത്തും. ഇന്ദറാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്നും പേഴ്സ് തിരിച്ചു വാങ്ങുന്ന സമയത്ത്, ദേ ആ പോയ ആളുടെ പേഴ്സാണ് ഇയാൾ എടുത്തു എന്ന് പറയുമ്പോൾ ഇന്ദറാണെങ്കിൽ പേഴ്സ് ഓപ്പൺ ആക്കി നോക്കിയ ഉടനെ തന്നെ ആ ഒരു പേഴ്സ് എടുത്തെറിഞ്ഞിട്ട് ഇന്ദർ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ സരസ്വതിയാണെങ്കിൽ പേഴ്സ് അതിന്റെ യഥാർത്ഥ ഓണറുടെ കൈവശം കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് തിരികെ വരുന്ന സമയത്ത് ഇന്ദറാണെങ്കിൽ അവളെ ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞ് തള്ളിവിട്ടിട്ട് അവിടെ നിന്ന് പോകും. അവൾ തറയിൽ വന്ന് വീഴുമ്പോൾ ആ യഥാർത്ഥ പേഴ്സിന്റെ ഓണർ ഉണ്ടല്ലോ, അയാളാണെന്ന് അവളെ എഴുന്നേൽപ്പിക്കുന്നതും. അവൾക്ക് ആകെ സങ്കടം. എന്നിട്ട് ഇന്ദറാണെങ്കിൽ നേരെ അവന്റെ ഫ്ളാറ്റിലേക്ക് വന്നിട്ട് ഒരുപാട് മദ്യപിക്കും. ഫ്ളാറ്റിലെത്തി അവൻ ഒരുപാട് മദ്യപിക്കും. അപ്പോഴാണ് സരസ്വതിയോട് ചെയ്തത് തെറ്റാണെന്ന് അവന് തോന്നുന്നത്. അവൻ സരസ്വതിയെ ഫോൺ വിളിക്കുന്ന സമയത്ത് അവൾ കോൾ എടുക്കുന്നതേയില്ല. വീട്ടിലും പോയി അന്വേഷിച്ചു നോക്കി, അവിടെയുമില്ല. ലൈബ്രറിയിലും ചെന്ന് നോക്കി, അവിടെയുമില്ല. അവൻ ആകെ വട്ടുപിടിക്കുന്നു. അവനാണെങ്കിൽ അവളെ അന്വേഷിച്ച് ഓടുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിലിരിക്കുന്ന സരസ്വതിയെ കാണും. അവൻ ആകെ സങ്കടം. സരസ്വതിക്ക് അടുത്തെത്തിയിട്ട്, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്, വീട്ടിൽ പോകാത്തതെന്താ എന്ന് ചോദിക്കുന്ന സമയത്ത്, നീ എന്നോട് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ വാങ്ങിയ വീട്ടിൽ ഞാൻ എന്തിനാ പോയി താമസിക്കുന്നത് എന്ന് അവൾ ചോദിക്കുന്നു. അത് കേട്ടതും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇന്ദർ. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്നോട് വല്ല സോറി പറയാനായിട്ട് ഉദ്ദേശമുണ്ടോ? അത് കേട്ട ഉടനെ തന്നെ ഇന്ദർ സോറിയും പറയുന്നു. ഉടനെ തന്നെ സരസ്വതി അവനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്നാൽ അതുവഴി കാറിൽ പോവുകയായിരുന്ന സരസ്വതിയുടെ അച്ഛനാണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ടു. അച്ഛന്റെ മനസ്സിലുണ്ടായിരുന്ന ദേഷ്യമാണെങ്കിൽ വീണ്ടും ഇരട്ടിച്ചു.
കാറിൽ കയറി വീട്ടിലേക്ക് പോവുകയായിരുന്ന സരസ്വതിയോട് ഇന്ദർ പറയും, നീ ആ ഒരു പേഴ്സ് കൊണ്ടുകൊടുത്ത ആളില്ലേ, അതെന്റെ അച്ഛനാ. അത് കേട്ട സരസ്വതി പറയും, എനിക്കറിയാം, നിങ്ങളെ പറ്റിയുള്ള ബുക്ക് ഞാൻ വായിച്ചിരുന്നു. ദേ ഈ ബുക്കിൽ നിങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട് എന്ന് പറയും. എന്നാൽ അത് കേട്ടിട്ട് ഇന്ദർ പറയുന്നത്, എനിക്കെന്റെ അച്ഛനെ വെറുപ്പാണെന്നായിരുന്നു. സരസ്വതി പറയും, അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന വെറുപ്പേ ഉള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ അത് കേൾക്കുന്ന ഇന്ദർ ചോദിക്കും, എന്നാൽ നീ നിന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചാൽ പോരെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീരുമല്ലോ. അപ്പോൾ സരസ്വതി പറയും, എന്റെ അച്ഛന്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും തീരാൻ പോകുന്നില്ല. ഞാനൊരു IIT കാരനെയൊക്കെ വിവാഹം കഴിച്ചാൽ മാത്രമേ അച്ഛന്റെ പ്രശ്നം തീരൂ. പക്ഷേ ഈ ഒരു ലുക്ക് കൊണ്ട് എന്നെ ആര് പ്രണയിക്കാനാ എന്ന് സരസ്വതി പറയുന്നു. അത് കേട്ട ഇന്ദർ ആണെങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്യുവാനായും തീരുമാനിച്ചു. ഇന്ദർ സരസ്വതിയെ ഒരാളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അത് ഇന്ദറിന്റെ തന്നെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റൈലിസ്റ്റ് ആയിരുന്നു. അയാളാണെങ്കിൽ സരസ്വതിയെ സുന്ദരിയാക്കി മാറ്റി. ആര് കണ്ടാലും അവളെ ഒന്ന് മോഹിച്ചു പോകും, അത്രയ്ക്ക് സുന്ദരിയായി അവൾ. ഇന്ദറിനെ കാണുമ്പോൾ സരസ്വതി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്നെ കണ്ടാൽ എങ്ങനെയാ? ഇനി നിന്നെ ആരും ആന്റി എന്ന് വിളിക്കില്ല, നീ അത്രയ്ക്ക് സുന്ദരിയാണെന്നും സരസ്വതിയോട് ഇന്ദർ പറയുന്നു. അപ്പോൾ സരസ്വതി പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ എന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ ചെന്നാൽ അവരായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവുക. അത് കേട്ട ഇന്ദറാണെങ്കിൽ, എങ്കിൽ നീ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിലേക്ക് പോകുവാനായും പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ തന്നെ ഒരുങ്ങി സുന്ദരിയായി തന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൾ കാണുന്ന കാഴ്ച, അവളുടെ അച്ഛനാണെങ്കിൽ അവളുടെ ഫോട്ടോ മാലയൊക്കെ ഇട്ട് വെച്ചിട്ട് അവളുടെ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നതാണ്. കാരണം എന്തെന്നല്ലേ, തലേ ദിവസം ഇന്ദറിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന സരസ്വതി അച്ഛൻ കണ്ടല്ലോ, ആ ദേഷ്യത്തിലാണ് അച്ഛൻ അങ്ങനെ ചെയ്തതും. അത് സരസ്വതിക്ക് സഹിക്കാനായില്ല. ഇന്ദറിനോട് അവൾ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും തളരില്ല, ഞാൻ ജീവിക്കും, ഞാൻ സ്ട്രോങ് ഗേൾ ആണെന്ന് അവൾ പറയുന്നു. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ IITയോ IIMോ പയ്യനെ ഞാൻ വിവാഹം കഴിച്ച് അച്ഛന്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്നും സരസ്വതി ഇന്ദറിനോട് പറയുന്നു. അടുത്ത ദിവസം മുതൽ സരസ്വതിയാണെങ്കിൽ വീണ്ടും ലൈബ്രറിയിലേക്ക് പോവുകയാണ്. അതും പുതിയ കോലത്തിലല്ലേ പോകുന്നത്, സുന്ദരിയായിട്ട്. എല്ലാവരും അവളെ കണ്ട് ഞെട്ടിപ്പോയി. എല്ലാവരും അവളെ വാ പൊളിച്ച് നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നതും. അത്ര സുന്ദരിയായിട്ടുണ്ട് സരസ്വതി. എന്നാൽ അവളുടെ അടുത്തേക്ക് വരികയായിരുന്നു അഭിമന്യു. അഭിമന്യുവും ഒരു നിമിഷത്തേക്ക് ഞെട്ടി നിൽക്കുകയാണ്. അഭിമന്യുവിനും അവളുടെ ആ ലുക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അടുത്ത ദിവസവും അഭിമന്യു ആണെങ്കിൽ സരസ്വതിയെ കാണുവാനായിട്ട് ലൈബ്രറിയിലേക്ക് ചെല്ലും. അന്നും അവൾ ലൈബ്രറിയിൽ വന്നിട്ടില്ലായിരുന്നു. അതിനടുത്ത ദിവസവും സരസ്വതി തിരികെ അഭിമന്യു എത്തുന്ന സമയത്ത് സരസ്വതി ലൈബ്രറിയിൽ വന്നിട്ടില്ല. അവിടെ എത്തുന്ന ഇന്ദറാണെങ്കിൽ അത് കേൾക്കും. സരസ്വതി ലൈബ്രറിയിൽ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഇന്ദറാണെങ്കിൽ സരസ്വതിയെ കാണുവാനായിട്ട് അവൾ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോകുന്നു. സരസ്വതിക്ക് പനിയായിരുന്നു. നീ എന്തായിരുന്നു നേരത്തെ എന്നോട് പറയാത്തതെന്നൊക്കെ ഇന്ദർ ചോദിക്കുന്നുണ്ട്. ഇന്ദറിന്റെ കൈവശം ഒരു ഫയൽ ഉണ്ടായിരുന്നു. ആ ഫയലിൽ മുഴുവൻ IIT IIM പയ്യന്മാരുടെ ലിസ്റ്റാണ്. ഇവർ ഓരോരുത്തരായി നിന്നെ കാണാൻ വരുമെന്നും സരസ്വതിയോട് ഇന്ദർ പറയുന്നു. എന്നിട്ട് അവനാണെങ്കിൽ ആ ഫയൽ അവൾക്ക് നേരെ നീട്ടുകയാണ്. ഇന്ദർ മനസ്സില്ലാ മനസ്സോടെയാണ് അതെല്ലാം ചെയ്യുന്നത്. കാരണം അവന്റെ മനസ്സിലാണെങ്കിൽ സരസ്വതിയോട് തുറന്നു പറയാത്ത പ്രണയമുണ്ട്. അവൻ ഒരുപാട് സരസ്വതിയെ സ്നേഹിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ലൈബ്രറിയിലേക്ക് ചെന്ന സരസ്വതി കാണുവാനായിട്ട് അഭിമന്യു എത്തും. അഭിമന്യു പറയുന്നത്, സരസ്വതി, എനിക്ക് നിന്നോടൊരു കാര്യം പറയുവാനുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കുവാനായിട്ടും താല്പര്യമുണ്ടെന്ന് പറയുന്നു. അത് കേട്ട് സരസ്വതി ഒരുപാട് സന്തോഷിക്കും. കാരണം അവൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമാണല്ലോ അവളുടെ ലുക്ക് മാറിയപ്പോൾ ഇപ്പോൾ ദേ വന്ന് പറഞ്ഞിരിക്കുന്നത്. അവൾ ഒരു മറുപടിയും കൊടുത്തില്ല. അവൾ നേരെ ഇന്ദറിനടുത്ത് വന്നിട്ട്, എന്നോട് അഭിമന്യു ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്ത് മറുപടി പറയട്ടെന്ന് ചോദിക്കുമ്പോൾ ഇന്ദർ പറയുന്നത്, ഒരു കാര്യം ചെയ്, നിനക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ നീ അതിന് സമ്മതിക്കെന്ന് പറയുന്നു. സരസ്വതിയോടുള്ള പ്രണയവും അവന്റെ സങ്കടവും എല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഇന്ദർ അത് പറഞ്ഞതും. അങ്ങനെ അഭിമന്യുന്റെ പ്രപ്പോസൽ സരസ്വതി അക്സെപ്റ്റും ചെയ്തു. അവരുടെ രണ്ടുപേരുടെയും വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ രണ്ടുപേരും തീരുമാനിക്കുകയാണ്. സരസ്വതിയുടെ സൈഡിൽ നിന്നും അവളുടെ ആളുകൾ എന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഇന്ദർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതും. ഇന്ദറിനാണെങ്കിൽ അവരൊരുമിച്ചിരിക്കുന്നതെല്ലാം കാണുമ്പോൾ സങ്കടം സഹിക്കാനായും പറ്റുന്നില്ല. അഭിമന്യുവിന്റെയും സരസ്വതിയുടെയും വിവാഹം തീരുമാനിച്ചു. അങ്ങനെ ലെറ്ററൊക്കെ അടിച്ചിരിക്കുന്നു. ആ ലെറ്റർ അവൾ ആദ്യം കൊടുക്കുന്നത് ഇന്ദറിനായിരുന്നു. എന്നിട്ട് ഇന്ദറിനോട് പറയുന്നുണ്ട്, എന്റെ സൈഡിൽ നിന്നും എനിക്ക് ആകെയുള്ളത് നീ മാത്രമാണ്. അത് കേട്ട് ഇന്ദറാണെങ്കിൽ അവളുടെ കയ്യിലേക്ക് നോക്കും. അപ്പോൾ കയ്യിൽ എന്തോ ബ്ലഡൊക്കെ കുത്തിയെടുത്തതിന്റെ പാടുണ്ടായിരുന്നു. ഇതെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് സരസ്വതി പറയുന്നുണ്ട്, ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതാ. അഭിമന്യുവിന് തുർക്കിയിൽ ജോലി കിട്ടി. അപ്പോൾ വിവാഹം കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് പോകും. അതിനു മുൻപുള്ള മെഡിക്കൽ ചെക്കപ്പ് ആണെന്നും സരസ്വതി പറയുന്നു. അതെല്ലാം കേട്ട് ഇന്ദറിനാണെങ്കിൽ സങ്കടം സഹിക്കാനായില്ല. അവൻ അവിടെ നിന്ന് ലെറ്ററുമായി പോകുന്നു. എന്നാൽ ബസ്സിലിരിക്കുകയായിരുന്ന സരസ്വതിയുടെ അച്ഛനെ ഇന്ദർ കാണും. ഇന്ദർ ആ ബസ്സിന് പിന്നാലെ ഓടിട്ട്, സാർ
സാർ ആഗ്രഹിച്ചതുപോലെ തന്നെ സരസ്വതി IIT പയ്യനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ലെറ്റർ കൊടുക്കുവാനായി ശ്രമിക്കുമെങ്കിലും അച്ഛൻ അതൊന്നും മൈൻഡ് ചെയ്യതേയില്ല. വിവാഹത്തിനുള്ള ഡ്രസ്സ് എടുക്കുവാനായിട്ട് സരസ്വതിയും ഇന്ദ്രനും ടെക്സ്റ്റൈൽസിൽ എത്തിയപ്പോൾ അവിടെ നിൽക്കുകയായിരുന്ന കാവേരിയെയും അച്ഛനെയും അമ്മയും അവൾ കാണുന്നു. കാവേരിയുടെ വിവാഹമായി വിവാഹ ഡ്രസ്സ് എടുക്കുവാനായിട്ടാണ് അവർ വന്ന് നിൽക്കുന്നതും. അത് കണ്ടതും സരസ്വതിക്ക് സങ്കടം സഹിക്കാനായില്ല. എന്നെ അവർ ഒന്നിലും ഉൾപ്പെടുത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ അവൾ കരയുകയാണ് ചെയ്യുന്നതും. ഇന്ദ്ര അവളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ വിവാഹ ദിവസം എത്തി. ഒരുങ്ങി സുന്ദരിയായിട്ടുള്ള സരസ്വതിയും കൂട്ടി ഇന്ദർ ആണെങ്കിൽ രജിസ്റ്റർ ഓഫീസിലേക്ക് പോയി. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും അഭിമന്യു വന്നില്ല. അഭിമന്യുവിനെ തിരക്കി അവന്റെ വീട്ടിലെത്തിയ സമയത്ത് അവന്റെ അച്ഛനും അമ്മയും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇന്ദർ പോയി അഭിമന്യുവിനോട് കാര്യം തിരക്കുമ്പോൾ അഭിമന്യു പറയുന്നത് എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നായിരുന്നു. എന്നാൽ അത് കേട്ട് സരസ്വതിക്ക് ദേഷ്യം വരും. നീയും കൂടി പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത് എന്നൊക്കെ ചോദിച്ച് അവൾ അവനെ ഒരുപാട് വഴക്ക് പറയുമ്പോഴും എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല, എന്റെ പാരന്റ്സിനും താല്പര്യമില്ല എന്ന് തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും. അപ്പോൾ ഇന്ദർ ചോദിക്കുന്നത് നീയല്ലേ പറഞ്ഞത്, നീ പറഞ്ഞാൽ നിന്റെ പാരന്റ്സ് സമ്മതിക്കുമെന്ന്, എന്തെന്താ ഇപ്പോൾ അവർ കേൾക്കുന്നില്ല. ദേഷ്യം വന്ന സരസ്വതിയാണെങ്കിൽ ഇന്ദറിനോട് അഭിമന്യുവിനെ തല്ലുവാനായി പറഞ്ഞു. പക്ഷെ ഇന്ദർ അത് ചെയ്യില്ല. അതേസമയം തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന അഭിമന്യുവിന്റെ അച്ഛൻ പറയും, ഒരച്ഛൻ മകൾ ജീവനോടെ ഇരിക്കവേ തന്നെ മകൾ മരിച്ചതായി കണക്കാക്കി പൂജയൊക്കെ ചെയ്തു. അങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ ഞങ്ങൾ എന്തിനു സ്വീകരിക്കാനാ എന്നൊക്കെ ചോദിക്കും. അത് കേട്ടതും സരസ്വതി ആകെ തകർന്നു പോയി. അവൾ അവിടെ നിന്നും ഇന്ദറിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി ഓടും. എന്നിട്ട് പുറത്തു വന്നിട്ട് ആ ഒരു ദേഷ്യമെല്ലാം ഇന്ദറിനോടാണ് തീർക്കുന്നതും. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവനെ തല്ലാൻ, എന്നിട്ട് നീ തല്ലിയോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് കരയുകയും മേക്കപ്പ് ഒക്കെ അഴിച്ചു കളയുകയും സാരിയൊക്കെ വലിച്ചഴിച്ച് ദൂരെ കളയുകയും ഒക്കെ ചെയ്തു. ഒരു വിധത്തിലാണ് ഇന്ദർ അവളെ സമാധാനിപ്പിച്ചതും. അവൾ എന്നിട്ട് അവിടെ നിന്ന് നേരെ വന്നത് വിവാഹമൊക്കെ കഴിഞ്ഞ് അവരുടെ ഹണിമൂൺ ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തു വെച്ചിരുന്ന റിസോർട്ടിലേക്കായിരുന്നു. അവിടെ വന്ന് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന കട്ടിലിൽ അവൾ കിടക്കും. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾ ഒരു ഭ്രാന്തിയെ പോലെ അവിടെ ആകെ പ്രശ്നമുണ്ടാക്കുകയാണ്. അതെല്ലാം കണ്ട് എങ്ങനെ അവളെ സമാധാനിപ്പിക്കും എന്ന് ചിന്തിച്ചു നിൽക്കുകയാണ് ഇന്ദർ. ഇന്ദറിനാണെങ്കിൽ അവന്റെ മനസ്സിലെ സങ്കടം സഹിക്കാനാകുന്നില്ല. സരസ്വതി പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം ദേ ഇവിടെ വെച്ച് എനിക്ക് നിന്നോടൊപ്പം ജീവിക്കണം. അത് കേൾക്കുന്ന ഇന്ദർ പറയുന്നത് അതൊന്നും പറ്റില്ല, നീ ദേ ഈ ദേശത്തിനെടുക്കുന്ന തീരുമാനമാ. നാളെ ചിലപ്പോൾ നിനക്ക് ഉറക്കമുണരുമ്പോൾ ഇത് തെറ്റായി തോന്നും, അതുകൊണ്ട് അതൊന്നും വേണ്ടെന്ന് പറയുന്നു. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുകയാണ് സരസ്വതി. അവൻ അവളെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തും. എന്നിട്ടും സരസ്വതിയാണെങ്കിൽ അവനെ അവളോട് ചേർത്ത് പിടിക്കും. അന്നത്തെ ദിവസം അവർ രണ്ടുപേരും ഒന്നിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്ന ഇന്ദർ ആണെങ്കിൽ അടുത്ത് കിടക്കുന്ന സരസ്വതിയെ കാണുന്നില്ല. അവൻ അവളെ അന്വേഷിച്ച് ജനലിലൂടെ പുറത്തു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അഭിമന്യുവിനൊപ്പം നിന്ന് സംസാരിക്കുന്ന സരസ്വതിയാണ്. അഭിമന്യു എന്തൊക്കെയോ പറഞ്ഞ് സംസാരിച്ച് അവളെ കെട്ടിപ്പിടിക്കുന്നുമുണ്ട്. അത് കാണുന്ന ഇന്ദറിനാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരുന്നു. അതേസമയം സരസ്വതിയുടെ ഒരു മെസ്സേജ് ഇന്ദറിന് വരും. അഭിമന്യു എന്നെ കാണുവാനായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് നിന്നോട് സോറി പറയണമോ അതോ നന്ദി പറയണമോ അതോ ഗുഡ് ബൈ പറയണമോ എന്നൊന്നും അറിയില്ല എന്നായിരുന്നു ആ ഒരു മെസ്സേജ്. അത് കാണുന്ന ഇന്ദറിന് വല്ലാത്ത ദേഷ്യം വരും. അവൻ പിന്നീട് സരസ്വതിയെ കണ്ടിട്ടേയില്ല. അവൾ എങ്ങോട്ട് പോയെന്നും അവൻ അറിയത്തില്ല. സരസ്വതിയുടെ ഓർമ്മകളുമായി ജീവിക്കാൻ ഇന്ദറിന് വല്ലാത്ത ബുദ്ധിമുട്ട് കാരണം അവൻ അവിടെ നിന്ന് പോകുവാനായി തീരുമാനിച്ച് തന്റെ ഫ്ളാറ്റിലെത്തി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കവേ തന്നെ സരസ്വതിയുടെ അമ്മയാണെങ്കിൽ ഇന്ദറിനെ കാണുവാനായിട്ട് വന്നു. സാധനമെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ സരസ്വതിയുടെ അമ്മ അവിടേക്ക് വന്നിട്ട് കാവേരിയുടെ കല്യാണ ലെറ്റർ കൊടുക്കുന്നു. സരസ്വതി ഒരുപാട് കാവേരിയുടെ കല്യാണം കാണുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. നീ ഇത് സരസ്വതിയെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നതും. എന്നിട്ട് സരസ്വതിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുമുണ്ട്. സരസ്വതിയെ അന്വേഷിച്ച് ഇന്ദർ പോവുകയാണ്. ലൈബ്രറിയിൽ ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് 10 ദിവസമായി സരസ്വതി റിസൈൻ ചെയ്തിട്ടെന്നറിയുന്നു. അവൻ നേരെ അഭിമന്യുവിന്റെ അടുത്തേക്ക് എത്തിയിട്ട് ഈ ലെറ്റർ അവനെ ഏൽപ്പിക്കുവാനായി റിസപ്ഷനിൽ കൊടുക്കുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞതും ലെറ്ററുമായി താഴേക്ക് ഇറങ്ങി വന്ന അഭിമന്യുവാണെങ്കിൽ എന്തിനാ ഇത് എന്നെ ഏൽപ്പിച്ചത്, സരസ്വതിയെ ഏൽപ്പിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ സരസ്വതി നിന്റെ കൂടെയല്ലേ, സരസ്വതിയെ ഞാൻ കണ്ടിട്ട് കുറെയായി, അന്ന് അവൾ പോയതാണെന്ന് പറയുന്നു. എന്നാൽ അഭിമന്യു പറയുന്നത് ഞാനും അവളെ കണ്ടിട്ടില്ല, അന്ന് ആ വെഡിങ് ദിവസം മാത്രമാണ് ഞാൻ അവളെ കണ്ടതെന്ന് പറയുന്നു. അത് കേട്ട് ഇന്ദർ ചോദിക്കും, കള്ളം പറയരുത്, അന്ന് പിറ്റേ ദിവസവും നീ അവളെ കാണുവാനായി എത്തിയല്ലോ. അപ്പോൾ അവൻ പറയും, വന്നിരുന്നു, ഞാൻ അവളോട് സംസാരിച്ചു, പിന്നെ ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ലെന്നും അഭിമന്യു പറയുന്നു. അത് കേട്ട് ഇന്ദറിന് വല്ലാതെ ടെൻഷൻ ആകുവാനായി തുടങ്ങി. ഇന്ദർ എങ്ങനെയൊക്കെയോ അവളുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു.
ഒരു കാടിനുള്ളിലായിരുന്നു സരസ്വതി അപ്പോൾ ഉണ്ടായിരുന്നത്. അവളെ തിരക്കി അവൻ ആ കാട്ടിലേക്ക് വരും. നീ എന്താ ഒന്നും പറയാതെ പോയത്, എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിച്ച് അവളടുത്ത് എത്തുന്ന സമയത്ത് അവളാണെങ്കിൽ ഒന്നും മിണ്ടുന്നതേയില്ല. അന്ന് തലേ ദിവസം നമ്മൾക്കിടയിലുണ്ടായ കാര്യമില്ല എന്താണെന്നൊക്കെ അവൻ ചോദിക്കുന്ന സമയത്ത് അതന്ന് അങ്ങനെ സംഭവിച്ചു, അത് അപ്പോഴേ പോയി. അഭിമന്യുവിനോടുള്ള ദേഷ്യത്തിനാണ് ഞാൻ നിന്നോടൊപ്പം ജീവിച്ചതെന്നും സരസ്വതി പറയുന്നു. അത് കേട്ട് ഇന്ദർ ചോദിക്കും, അതല്ലാതെ നിനക്ക് എന്നോട് ഒരു തരി സ്നേഹം പോലും തോന്നിയിട്ടില്ല എന്നവൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് സരസ്വതി അവിടെ നിന്നും ഓടിപ്പോകും. സരസ്വതി വിചാരിച്ചത് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇന്ദർ പോയെന്നാണ്. അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയും. അപ്പോൾ അവളുടെ മുന്നിലേക്ക് വന്ന ഇന്ദറാണെങ്കിൽ കാവേരിയുടെ കല്യാണ ലെറ്റർ വെച്ച് നീട്ടി. എന്നാൽ അത് കാണുന്ന സരസ്വതിയാണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. സരസ്വതിയുടെ മനസ്സിലും അവനോട് സ്നേഹമുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് സ്നേഹമില്ലേ, ഇനി പറ എന്ന് ഇന്ദർ ചോദിക്കുന്ന സമയത്ത് അതിന് സരസ്വതി മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അവൾ അവന്റെ തോളിൽ തന്നെ ചാരിക്കിടക്കുകയാണ്. അവളുടെ ബോധം പോയിരുന്നു. മൂക്കിൽ നിന്നും ഒരുപാട് രക്തവും വന്നിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ അവളുടെ കഴുത്തിൽ കിടന്ന ഐഡന്റിറ്റി കാർഡ് നോക്കുന്ന സമയത്ത് ഇന്ത്യൻ ക്യാൻസർ സെന്റർ എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അവന് സംഭവം മനസ്സിലായി. അവൻ ഉടനെ തന്നെ അവളെ ഹോസ്പിറ്റലിലേക്കും എത്തിച്ചു. ഡോക്ടർ പറയും, സരസ്വതിയുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. ബ്രെയിൻ ട്യൂമറിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ സരസ്വതി. കീമോതെറാപ്പിയിലൂടെയോ റേഡിയേഷനിലൂടെയോ ഓപ്പറേഷനിലൂടെയോ ഒന്നും തന്നെ മാറ്റുവാനായി പറ്റില്ല. ഇനി നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കുവാനേ പറ്റൂവെന്നും ഡോക്ടർ പറയുന്നു. സരസ്വതിയുടെ ഫിയാൻസിയോട് ഞാൻ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞതാണല്ലോ എന്നും ഡോക്ടർ പറയും. അത് കേട്ടതും ഇന്ദർ ചിന്തിക്കും, അപ്പോൾ ഇവൻ അത് അറിഞ്ഞിട്ടായിരിക്കുമല്ലേ അവളെ വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ചത്. അത് ചിന്തിച്ച് ദേഷ്യം വന്ന ഇന്ദർ ആണെങ്കിൽ നേരെ അഭിമന്യുവിനടുത്തെത്തി. നിനക്ക് എല്ലാ കാര്യവും അറിയായിരുന്നല്ലേ, അറിഞ്ഞിട്ടാണല്ലേ നീ അവളെ വേണ്ടെന്ന് വെച്ചത് എന്നൊക്കെ ചോദിച്ച് അവനെ ഒരുപാട് അടിക്കുവാനായും തുടങ്ങും. അപ്പോൾ അഭിമന്യു പറയുന്നത് അതൊന്നും സത്യമല്ല. ഞാൻ അവൾക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് അവളുമായിട്ടുള്ള വിവാഹം വേണ്ടാന്ന് വെച്ചതിന്റെ വൈകിട്ടായിരുന്നു. ആ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് അവൾക്ക് ക്യാൻസർ ആണെന്ന കാര്യം ഞാൻ അറിഞ്ഞത് തന്നെ. ഞാൻ ആ കാര്യം അവളോട് ചോദിക്കുവാനായിട്ടാണ് അടുത്ത ദിവസം അവളെ കാണുവാനായും എത്തിയത്. എനിക്കൊരു സെക്കൻഡ് ചാൻസ് തന്നൂടെ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. എന്നാൽ അവളാണെങ്കിൽ വീണ്ടും എന്നെ സ്വീകരിക്കുവാനായിട്ടും തയ്യാറായില്ല. പിന്നെ അവളുടെ അവസ്ഥ ആരെയും അറിയിക്കേണ്ടെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത്. നീ പോലും അറിയരുതെന്ന് അവൾ പറഞ്ഞിരുന്നു. പിന്നീട് അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടേയില്ലെന്നും അഭിമന്യു പറയുകയാണ്. അത് കേട്ടതും ഇന്ദറിന് ഒരുപാട് സങ്കടമായി. ഇന്ദർ വീണ്ടും ഹോസ്പിറ്റലിലെത്തി. അവൻ സരസ്വതിയുടെ അടുത്തിരിക്കുകയാണ്. സരസ്വതിയുടെ സാധനങ്ങളെല്ലാം നഴ്സുമാരാണെങ്കിൽ ഇന്ദറിനെ ഏൽപ്പിച്ചു. അവളുടെ ഫോണിൽ നിന്നും കാവേരിയുടെ വിവാഹം കാണുവാനായിട്ട് അവൾ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഇന്ദറിന് മനസ്സിലായി. ഇന്ദർ ഉടനെ തന്നെ കാവേരിയുടെ വിവാഹം നടക്കുന്ന സ്ഥലത്തെത്തി അവിടെ ഒരാളെ ഏർപ്പാടാക്കി അവിടെ ആകെ ആരും അറിയാതെ ക്യാമറ സ്ഥാപിച്ചു. എന്നിട്ട് അതിന് ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലായിട്ട് ഒരുപാട് ടിവിയും സെറ്റ് ചെയ്തു. കല്യാണം നടക്കുന്നതെല്ലാം ലൈവായിട്ട് ആ ടിവിയിൽ വരും. എന്നിട്ട് ഹോസ്പിറ്റലിലെത്തിയ ഇന്ദർ ആണെങ്കിൽ ഒരു ഫംഗ്ഷന് പോകും വിധം സരസ്വതിയെ ഒരുക്കി ആ ഒരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവന്നു. അതിനകത്ത് സ്ഥാപിച്ചിരിക്കുന്ന ടിവി വഴി വീട്ടിൽ നടക്കുന്ന കല്യാണത്തിന്റെ ചടങ്ങുകളെല്ലാം സരസ്വതിക്ക് കാണുവാനായി പറ്റുന്നുണ്ടായിരുന്നു. കാവേരിയെ കണ്ട് അവൾക്ക് ഒരുപാട് സന്തോഷമായി. അവൾക്ക് വേണ്ടിയിട്ട് ഇന്ദർ ഇത്രയും ചെയ്യുന്നത് കണ്ട് അവൾ ഇന്ദറിനെ കെട്ടിപ്പിടിക്കും, ഒരുപാട് നന്ദിയും പറയും. അപ്പോൾ ഇന്ദർ ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് വിവാഹം കഴിക്കാം. എന്നാൽ അത് കേട്ട സരസ്വതിയാണെങ്കിൽ എന്താ എന്റെ ഈ അവസ്ഥ അറിഞ്ഞതുകൊണ്ട് സഹതാപം തോന്നി കല്യാണം കഴിക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമാണ്, നമുക്ക് വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ സരസ്വതി പറയുന്നത് വേണ്ട, എനിക്ക് മരിക്കുമ്പോൾ അഭിമാനത്തോടെ സങ്കടമില്ലാതെ മരിക്കണം എന്നായിരുന്നു അവൾ പറയുന്നതും. വീണ്ടും വീണ്ടും അവൻ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. ഇങ്ങനെ നീ എന്നെ നിർബന്ധിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഉറപ്പായും സമ്മതിച്ചു പോകുമെന്നും സരസ്വതി പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിക്കും. അവൾക്കും ആ ഒരു വിവാഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. എന്നിട്ടവൾ പറയുന്നത്, നമ്മളുടെ അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിനോട് എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കുമല്ലേ. ഞാൻ ജീവനോടെ ഇരിക്കവെയല്ലേ എന്റെ അച്ഛൻ ഞാൻ മരിച്ചെന്ന് കരുതി ചടങ്ങ് നടത്തിയത്. ദൈവം അത് കേട്ട് കാണും, അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു വിധി ദൈവം തന്നതെന്നും അവൾ പറയുന്നു. അത് കേട്ടതും ഇന്ദറിന് ആ സങ്കടം സഹിക്കാനായില്ല. ഇന്ദർ നേരെ പോയത് സരസ്വതിയുടെ വീട്ടിലേക്കായിരുന്നു. അവളുടെ ഫോട്ടോയിൽ മാലയിട്ട് വെച്ചിരിക്കുന്നത് അവൻ അഴിച്ചു മാറ്റി. എന്നിട്ട് പറയുന്നത്, സരസ്വതിക്ക് ഇത് ഇഷ്ടമല്ല, ഇനി നിങ്ങൾ എത്ര തവണ മാലയിട്ടാലും അത്രയും തവണ ഞാൻ ഇത് വന്ന് ദൂരെ എറിയുമെന്ന് പറയുന്നു. എന്തെന്നാൽ ഇന്ദറിന് സരസ്വതി മരിച്ചു പോകുമെന്ന് നല്ല പേടിയുണ്ട്. സരസ്വതി അവൾ മരിച്ചു പോകുമെന്ന് പറയുന്നത് തന്നെ അവന് കേൾക്കുന്നതേ ടെൻഷനായിരുന്നു.
എന്നാൽ സരസ്വതിയുടെ അച്ഛനാണെങ്കിൽ പോലീസിനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യും. പോലീസ് ആണെങ്കിൽ അടുത്ത ദിവസം കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഇന്ദറിനടുത്തെത്തി അവനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. പോലീസ് ഓഫീസറായ ഹരി അവനെ കൊണ്ടുപോകുന്ന സമയത്ത് അവന്റെ ഫോൺ അവൻ എടുത്തില്ല. പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്ന ഇന്ദർ ആണെങ്കിൽ വല്ലാത്ത ടെൻഷനിലിരിക്കുകയാണ്. മറ്റൊരു വശത്ത് സരസ്വതിയെ ഡിസ്ചാർജും ചെയ്തിരിക്കുന്നു. സരസ്വതിയെ കൂട്ടുകൊണ്ടുപോകുവാനായിട്ട് വേറെ ആരുമില്ലല്ലോ, അവളുടെ കണ്ടീഷനും മോശമല്ലേ. അത് സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്ന ഇന്ദറിന് ഓർമ്മ വരും. ഇന്ദർ ആണെങ്കിൽ അവിടെയുള്ള ഒരുപാട് പേരോട് ഫോൺ ചോദിക്കും സരസ്വതിയെ വിളിക്കുവാനായിട്ട്. പക്ഷെ ആരും തന്നെ ഫോൺ കൊടുക്കുന്നുമില്ല. സരസ്വതി ആണെങ്കിൽ ഇന്ദറിന്റെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നതുമില്ല. ഇന്ദറിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ആ സ്റ്റേഷനിലുള്ള പോലീസുകാരെയൊക്കെ അടിച്ചിട്ട് അവൻ അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്യുന്നതും. പോലീസുകാർ ഇന്ദറിനെ ഓടിച്ചിട്ട് പിടിക്കും. ആ സമയം ഹരിയോട് പറയുന്നുണ്ട്, എനിക്കൊരു 10 മിനിറ്റ് സമയം തന്നാ മതി, ഞാൻ അവളെ കണ്ടിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോലും ഹരി കേൾക്കുവാനായും കൂട്ടാക്കുന്നില്ല. എന്നാൽ മറ്റൊരു വശത്ത് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ടുള്ള സരസ്വതിയാണെങ്കിൽ നേരെ വന്നത് ആ ഒരു ലൈബ്രറിയിലേക്കായിരുന്നു. അവിടെ അവൾ എടുത്തൊരു ബുക്കാണെങ്കിൽ തിരിച്ചു വെച്ചതിന് ശേഷം അവൾ അവിടെ ഉണ്ടായിരുന്ന ഷെൽഫിലൊക്കെ പോയി നോക്കും. അവിടെ അവൾ ആദ്യമായിട്ട് ഇന്ദറിന് എടുത്തു കൊടുത്ത ബുക്കുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് അവൾ എടുത്തു നോക്കുന്നു. ആദ്യമായിട്ട് അവൾ എടുത്തു കൊടുത്ത ആ ഒരു ബുക്കിനുള്ളിൽ ഒരു നോട്ട് ഉണ്ടായിരുന്നു. അവളത് അപ്പോഴാണ് കാണുന്നത്. ആ നോട്ട് ഇന്ദർ എഴുതിയതാണ്. അതിലെഴുതിയിരുന്നത്, ഹേയ് കരടിക്കുട്ടി, നീ എന്നോട് കോഫി കുടിക്കുവാൻ വരുന്നുണ്ടോ എന്നായിരുന്നു. രണ്ടാമത് അവൾ എടുത്തു കൊടുത്തിരുന്ന ബുക്കിലും ഒരു നോട്ടുണ്ടായിരുന്നു. അത്, ഞാനൊരു പെൺകുട്ടിയെ ലിഫ്റ്റിൽ വെച്ച് കണ്ടു, അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഞാൻ ഈ കരയുന്ന പെൺകുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്നും ഓടി ഒളിക്കാറാണ് ചെയ്യുന്നത്. പക്ഷെ ഇവളെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാനാണ് തോന്നിയത് എന്നായിരുന്നു ആ നോട്ടിൽ. മൂന്നാമത്തെ ബുക്കിലും ഒരു നോട്ടുണ്ടായിരുന്നു. അതിനവൾ എഴുതിയിരുന്നത്, ഞാനിന്ന് ആ പെൺകുട്ടിയെ കണ്ടിട്ട് 27 ദിവസവും 9 മണിക്കൂറുമായി, അവളെ ഞാൻ കണ്ടിട്ടേയില്ല എന്നായിരുന്നു അതിലെഴുതിയിരുന്നതും. ആ നോട്ടുകളെല്ലാം വായിക്കുന്ന സരസ്വതിക്ക് തന്നെ ഇന്ദർ കണ്ട നാൾ മുതൽ പ്രണയിക്കുന്നു എന്ന കാര്യം മനസ്സിലായി. അവൻ എത്രമാത്രം തന്നെ സ്നേഹിച്ചിരുന്നുവെന്നും താനത് മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ചിന്തിച്ച് അവളാണെങ്കിൽ അവിടെ ഇരുന്ന് പൊട്ടിക്കരയും. എന്നാൽ മറ്റൊരു വശത്ത് ഹരിയോട് ഇന്ദർ പറയുന്നുണ്ട്, സാർ എനിക്ക് ഒരു അവസരം തരുമോ, ഞാൻ അവളോട് പോയി ഒരു സോറിയും ഐ ലവ് യുവും പറഞ്ഞിട്ട് വരാമെന്ന് പറയുന്നു. അത് കേട്ടതും ഹരിയുടെ മനസ്സലിയുകയാണ്. അവനെ ലൈബ്രറിയിലേക്ക് കൊണ്ടുവന്നാക്കുകയാണ് ഹരി. സരസ്വതിക്ക് അടുത്തേക്കെത്തിയ ഇന്ദർ ആണെങ്കിൽ, ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് വരാഞ്ഞതിന് സോറി എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കും. എന്നാൽ സരസ്വതി ചോദിക്കുന്നത്, ഈ ഒരു നോട്ടിലെല്ലാം നീ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്റെ ബെസ്റ്റ് ചോയ്സ് ആണെന്നാണ്. പിന്നെ നീ എന്തിനാ അഭിമന്യുവിനെ വിവാഹം കഴിക്കുവാനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത്? ഇന്ദർ പറയുന്നത്, നീ എനിക്ക് ബെസ്റ്റ് ചോയ്സ് ആണ്, പക്ഷെ ഞാൻ നിനക്ക് ബെസ്റ്റ് ചോയ്സ് അല്ലല്ലോ. അത് കേട്ട സരസ്വതി, നീ എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കും. അതേസമയം ആ പോലീസ് ഓഫീസറായ ഹരി അവിടേക്ക് വരുന്നു. ഹരിയാണെങ്കിൽ അവനെ കൊണ്ടുപോകുവാനായി ഒരുങ്ങുന്ന സമയത്ത്, സാർ എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് സരസ്വതിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അവൻ. സരസ്വതിയും ആ ഒരു പോലീസ് ഓഫീസറിനോട് കെഞ്ചുന്നു. അവരുടെ രണ്ടുപേരുടെയും അവസ്ഥ കണ്ടിട്ട് അവരെ വെറുതെ വിടുവാനായിട്ട് ഹരിക്ക് മനസ്സ് വന്നു. ഹരിയാണെങ്കിൽ കയ്യിലെ വിലങ്ങ് അഴിച്ചു കൊടുക്കുകയാണ്. അവർ രണ്ടുപേരും വിവാഹം കഴിക്കുവാനായി തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ വിവാഹ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ സരസ്വതിയാണെങ്കിൽ ഇന്ദറിനോട് പറയും, അഥവാ ഞാനിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഫോട്ടോയിൽ ഒരിക്കലും മാലയൊന്നും ഇടരുതേ. സരസ്വതി ഉറങ്ങിക്കഴിഞ്ഞതും ഇന്ദറാണെങ്കിൽ നേരെ പോകുന്നത് സരസ്വതിയുടെ വീട്ടിലേക്കായിരുന്നു. അവളുടെ ഫോട്ടോയിൽ ഇട്ടിരുന്ന മാല വലിച്ചഴിച്ച് കളഞ്ഞിട്ട്, ദേ ഇനി ഇവളുടെ ഫോട്ടോയിൽ മാല ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊന്നു കളയുമെന്ന് അവിടെയുള്ളവരെയൊക്കെ വിരട്ടുന്നു. അതേസമയം സരസ്വതിയുടെ അച്ഛനാണെങ്കിൽ ഒരു ബുക്ക് വായിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇന്ദറിനെ കണ്ടതും അയാളാണെങ്കിൽ ആ ഒരു ബുക്കങ്ങ് ഒളിപ്പിക്കും. ഇന്ദറിന്റെ കൈവശം ഒരു തോക്കുമുണ്ടായിരുന്നു. എന്നിട്ട് ഇന്ദറാണെങ്കിൽ അച്ഛന്റെ നേരെ നീട്ടിയിട്ട്, അവളുടെ ഫോട്ടോയിൽ മാല ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊന്നു കളയും. സരസ്വതിക്ക് അത് ഇഷ്ടമല്ല. അവളെ വേദനിപ്പിക്കുന്ന കാര്യം ആര് ചെയ്താലും ഞാൻ അവരെ കൊല്ലും. അവൾക്ക് വേണ്ടിയിട്ട് സ്വയം ജീവൻ കളയാനും ഞാൻ തയ്യാറാണെന്ന് വളരെ സങ്കടത്തോടെ അലറിക്കൊണ്ടാണ് ഇന്ദർ അത് പറയുന്നതും. അപ്പോൾ സരസ്വതിയുടെ അമ്മ ഇന്ദറിന്റെ അടുത്തേക്ക് എത്തിയിട്ട്, നാളെ നിങ്ങൾ വിവാഹം കഴിക്കുവാനായി പോവുകയല്ലേ, ദേ ഈ മനുഷ്യൻ വന്ന് അവളോട് നിങ്ങൾ വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ അവൾ അത് കേൾക്കുമെന്ന് പറയുമ്പോൾ അതിന് മറുപടി ഒന്നും കൊടുക്കാതെ ഇന്ദർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ അവരുടെ കല്യാണ ദിവസം എത്തി. അവർ രണ്ടുപേരും രജിസ്റ്റർ ഓഫീസിലേക്ക് പോകും. അവിടെ വെച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പ്രതിജ്ഞ പോലെ പറയുകയാണ്. അതിൽ സരസ്വതിയുടെ അച്ഛനെയും അമ്മയും ബഹുമാനിക്കും എന്നുള്ളൊരു വാക്ക് വന്ന സമയത്ത് ഇന്ദർ അവളെയും വിളിച്ച് പുറത്തേക്ക് വന്നിട്ട് പറയും, എനിക്കൊരിക്കലും നിന്റെ അച്ഛനെ ബഹുമാനിക്കുവാൻ പറ്റത്തില്ല. അയാൾ നിന്നെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ, നിന്നോടൊരു കള്ളം പോലും പറയുവാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇനി ചൊല്ലണ്ട എന്ന് തീരുമാനിച്ച് അവർ രണ്ടുപേരും അകത്തേക്ക് പോയി അതൊന്നുമില്ലാതെ വിവാഹം കഴിക്കുവാനായും തീരുമാനിച്ചു. അതേസമയം തന്നെയായിരുന്നു സരസ്വതിയുടെ അച്ഛനും അമ്മയും അവിടേക്ക് വരുന്നത്. എന്നാൽ അച്ഛനെ കണ്ടതും സരസ്വതി ഇന്ദറിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഒരിക്കലും അച്ഛൻ ഈ കല്യാണം വേണ്ട എന്ന് പറയരുത്, അതെനിക്ക് താങ്ങാനാകില്ല എന്ന് പറയുന്ന സമയത്ത് രണ്ടുപേരും അച്ഛനതിന് നോ പറയുമെന്ന് പേടിച്ചാണ് നിൽക്കുന്നത്.
എന്നാൽ അച്ഛൻ പറയുന്നത്, മോളെ, ഒരിക്കലും ഇതുപോലൊരു പയ്യനെ നിനക്കിനി കിട്ടത്തില്ല. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവരുന്ന ഒരു പയ്യനും ഇവനെ പോലെ ആകത്തില്ല. നിനക്ക് വേണ്ടിയിട്ട് ഒരാളെ കൊല്ലുവാനും നിനക്ക് വേണ്ടിയിട്ട് സ്വയം ജീവൻ കളയുവാൻ പോലും ഇവൻ തയ്യാറാണെന്ന് അച്ഛൻ പറഞ്ഞ് അവരുടെ രണ്ടുപേരുടെയും കല്യാണത്തിന് അച്ഛൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹത്തോടു കൂടി രണ്ടുപേരുടെയും വിവാഹം കഴിയുകയാണ്. ഒപ്പിട്ട് കഴിഞ്ഞതും അവളുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുവാനായി തുടങ്ങി. അവളുടെ ബോധവും പോയി. ഉടനെ തന്നെ അവളെ ഹോസ്പിറ്റലിലേക്കും എത്തിക്കും. ഹോസ്പിറ്റലിൽ വെച്ചാണ് അവളുടെ ആരോഗ്യസ്ഥിതി അത്രയും മോശമാണെന്ന് അച്ഛനും അമ്മയും അറിയുന്നത്. സരസ്വതി അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. എന്നാൽ അതേസമയം അവിടേക്ക് വരുന്ന ഡോക്ടറാണെങ്കിൽ അവരുടെ വിവാഹത്തിന് ഓൾ ദി ബെസ്റ്റും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നത്, എന്റെ മകളെ എത്രയും വേഗം ഡിസ്ചാർജ് ചെയ്യണം, നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാനാണെന്ന് അച്ഛൻ നല്ല സന്തോഷത്തോടു കൂടി പറയുന്ന സമയത്ത് സരസ്വതി ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ, ഇനി എത്ര മണിക്കൂറാ ഞാൻ ജീവനോടെ ഉണ്ടാവുക? എന്റെ കയ്യിലിതേ ഈ മെഹന്തി മായുന്ന സമയം വരെയെങ്കിലും എനിക്ക് ജീവൻ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നത് കേട്ട് അച്ഛനും അമ്മയും പൊട്ടിക്കരയും. അപ്പോഴാണ് അവളുടെ കണ്ടീഷൻ എത്ര മോശമാണെന്നും അച്ഛനും അമ്മയ്ക്കും മനസ്സിലായത്. ഡോക്ടർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛൻ കരയുവാനായും തുടങ്ങി. എന്തെന്നാൽ തന്റെ മകൾ ജീവനോടെ ഇരിക്കവെയാണല്ലോ മകളുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം അച്ഛൻ നടത്തിയത്. അതോർത്ത് അച്ഛൻ ഒരുപാട് കരയും. അപ്പോൾ സരസ്വതി ചോദിക്കുന്നുണ്ട്, അച്ഛാ, കാവേരിയുടെ ഹസ്ബൻഡിനെ കാട്ടിയും എന്റെ ഹസ്ബൻഡ് ഹാൻസം അല്ലേ, എന്നെ നന്നായി നോക്കത്തില്ലേ എന്നൊക്കെ അവൾ പറയും. ഇത് അവളോട് പറയരുതേ, അവൾക്ക് ചിലപ്പോൾ കുശുമ്പാകും എന്നൊക്കെ അവൾ പറയുന്നുമുണ്ട്. അതേസമയം പുറത്ത് സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്ന ഇന്ദറിനടുത്തേക്ക് ആ പോലീസ് ഓഫീസറായ ഹരി വരും. എന്നിട്ട് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് സരസ്വതിയൊന്നും എടുക്കാതെ പോയ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് ഇന്ദറിനെ ഏൽപ്പിക്കുന്നു. ദേ, ഇതിലൊരു ബുക്ക് ഉണ്ടായിരുന്നു. അത് സരസ്വതി സ്ഥിരമായിട്ട് റിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ബുക്കാണ്. അത് നിന്നെ പറ്റിയുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് ആ ബുക്ക് ഏൽപ്പിക്കുന്നതും. ദേ, ഈ ബുക്കില് 65-ാമത്തെ പേജിൽ പെൻസിൽ കൊണ്ട് ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് ചിലപ്പോൾ നിനക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞാണ് ഹരി ആ ബുക്ക് ഇന്ദറിനെ ഏൽപ്പിച്ചതും. ആ ബുക്കിൽ 65-ാമത്തെ പേജ് തുറന്നു നോക്കുന്ന സമയത്ത് ഒരു ഓക്കുമരത്തിനടുത്തായിട്ട് ഇന്ദറും ഇന്ദറിന്റെ അച്ഛനും നിൽക്കുന്ന ഫോട്ടോ, അതിലൊരു ഉണങ്ങിയ റോസാപ്പൂവും ഇരിക്കുന്നുണ്ടായിരുന്നു. അതവൻ എടുത്തു നോക്കും. എന്നിട്ട് സരസ്വതി പറഞ്ഞ ഒരു കാര്യം അവൻ ആലോചിക്കുകയാണ്. എന്തെന്നാൽ സരസ്വതി മരിച്ചു കഴിഞ്ഞാൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ അവളെ അടക്കം ചെയ്യണം. അവൾക്ക് ഇഷ്ടമുള്ളവരെല്ലാം ആ മരത്തിനടുത്ത് എത്തുന്ന സമയത്ത് അതിലെ പൂക്കൾ കൊഴിച്ച് അവരോടുള്ള സ്നേഹം അവൾ പ്രകടിപ്പിക്കുമെന്നായിരുന്നു അവൾ പറഞ്ഞിരുന്നതും. അവൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഓക്കുമരമാണെന്ന് ഇന്ദറിന് മനസ്സിലായി. ഇന്ദർ അവിടെ നിന്നും ഉടനെ പോകുന്നത് അച്ഛനെ കാണുവാനായിട്ടാണ്. എന്നിട്ട് അച്ഛനോട് പറയുന്നത്, അച്ഛാ, ആ ഓക്കുമരത്തിനടുത്തായിട്ട് ഒരു 2 യാർഡ് സ്ഥലം എനിക്ക് വേണം. അവന്റെ ദേഹത്തുള്ള രക്തമെല്ലാം കണ്ടിട്ട് അച്ഛൻ വിചാരിച്ചത് അവൻ ആരെയോ കൊന്നിട്ട് വന്നെന്നാണ്. അച്ഛൻ ചോദിക്കും, നീ ആരെങ്കിലും കൊന്നോ? അവരെ കുഴിച്ചിടാനാണോ നീ സ്ഥലം ആവശ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേഷ്യം വന്ന അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോകും. പിറകെ വന്ന അച്ഛനാണെങ്കിൽ, പണ്ട് നീ ഇങ്ങനെയായിരുന്നു, ഞാൻ എന്ത് ചോദിച്ചാലും അതിന് മറുപടി തരാതെ നീ പൊയ്ക്കളയും എന്ന് പറയും. അതിനൊന്നും മറുപടി കൊടുക്കാതെ ഇന്ദർ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു. സരസ്വതിയോട് സംസാരിച്ചു കൊണ്ടിരിക്കവേ ഇന്ദർ ചോദിക്കും, ഞാൻ ആരെയാണ് കൊന്നതെന്ന് നീ എന്താ ഇത്രയും നാളായിട്ട് എന്നോട് ചോദിക്കാത്തത്? അപ്പോൾ സരസ്വതി പറയുന്നത്, നീ ആരെങ്കിലും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും കൊന്നിട്ടുണ്ടാവുക. അതെനിക്ക് നന്നായിട്ടറിയാം. അല്ലാതെ നിനക്ക് ആരെയും കൊല്ലാനുള്ള മനസ്സൊന്നുമില്ലാന്ന് എനിക്കറിയാമെന്നും സരസ്വതി പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇന്ദർ പറയുകയാണ്. ഇന്ദറിന്റെ അമ്മയുടെ മരണശേഷം ഇന്ദറിനെ വളർത്തിയതൊക്കെ അവന്റെ മുത്തശ്ശിയായിരുന്നു. എന്നാൽ ഒരിക്കൽ അവന്റെ അങ്കിളാണെങ്കിൽ മുത്തശ്ശിയോട് അപമര്യാദയായി പെരുമാറുവാനായി ശ്രമിച്ചു. മുത്തശ്ശി അയാളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് വെച്ച് മുത്തശ്ശിയുടെ കൈകൊണ്ട് അയാൾ മരണപ്പെട്ടു പോയി. അത് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിയെ വെറുതെ വിടില്ല. അതവന് നന്നായിട്ട് അറിയാമായിരുന്നത് കൊണ്ടാണ് മുത്തശ്ശി ചെയ്ത ആ ഒരു കുറ്റം ഇന്ദർ ഏറ്റെടുത്തതും. എന്നാൽ അച്ഛനാണെങ്കിലോ രാജ്യത്തെ ഏറ്റവും വലിയ ക്രിമിനൽ ലോയർ ആയിട്ട് പോലും ഇന്ദറിനെ രക്ഷപ്പെടുത്തിയില്ല. അതുകൊണ്ടുള്ള ദേഷ്യമാണ് ഇന്ദർ ഇത്രയും വർഷമായിട്ടും അച്ഛനോട് തീർത്തുകൊണ്ടേയിരുന്നതും. അത് കേട്ട് സരസ്വതി പറയുന്നത്, ഈ ലോകത്ത് എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നത് അവർ ചെയ്ത തെറ്റുകളെല്ലാം മറന്നുകൊണ്ടല്ല, അവർ പരസ്പരം ക്ഷമിച്ചുകൊണ്ടാണ്. നീ നിന്റെ അച്ഛനോട് ക്ഷമിക്കണമെന്നും ഇന്ദറിനോട് പറയുന്നു. എന്നിട്ട് ഇന്ദറിനോട് ചോദിക്കും, എനിക്ക് പോകാൻ സമയമായി, എനിക്ക് പെർമിഷൻ തരണം. അത് കേട്ട് ഇന്ദറാണെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞ് അവളോട് ചേർന്ന് കിടന്ന് കരയും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഹസ്ബൻഡ് പെർമിഷൻ തന്നാൽ മാത്രമേ വൈഫിന് പോകുവാനായി പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാ. എന്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചതിനപ്പുറമുള്ളൊരു പയ്യനെയാ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാ. അത്രയും സന്തോഷത്തോടു കൂടിയാണ് ഞാൻ മരിക്കുന്നതും എന്ന് പറഞ്ഞ് അവസാനമായി അവനോട് ഐ ലവ് യു എന്ന് പറഞ്ഞ് അവൾ മരണത്തിലേക്ക് പോവുകയാണ്. ആ ഒരു വേദന ഇന്ദറിന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. അവളെ കെട്ടിപ്പിടിച്ചവൻ കരയും. ഇന്ദർ അവിടെ നിന്നും പുറത്തേക്ക് വന്നു. പുറത്ത് സരസ്വതിയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവർക്കും ആ ഒരു വാർത്ത താങ്ങാനായി പറ്റിയില്ല. ഇന്ദറിനെ കാത്ത് അവന്റെ അച്ഛനും ഉണ്ടായിരുന്നു. നീ വിവാഹം കഴിച്ചെന്ന് ഞാൻ അറിഞ്ഞു.
എവിടെ എന്റെ മരുമകൾ? നിന്നെയോ രക്ഷിക്കാനായില്ല, എനിക്ക് എന്റെ മരുമകളെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവൾ പോയി എന്ന് ഇന്ദർ കരഞ്ഞുകൊണ്ട് പറയും. അത് കേട്ടതും അച്ഛനും ആ ഒരു വാർത്ത താങ്ങാനായില്ല. സങ്കടം സഹിക്കാനാകാതെ ഇന്ദർ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയും. അച്ഛനും അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അങ്ങനെ അവരുടെ പ്രശ്നം അവിടെ അവസാനിക്കുകയാണല്ലോ. അതിനുശേഷം പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഇന്ദർ ഇപ്പോൾ പേര് കേട്ട വക്കീലാണ്. കേസൊക്കെ ജയിച്ച് അതിന്റെ സന്തോഷം ആഘോഷിക്കുവാനായിട്ട് സരസ്വതി ഉറങ്ങുന്ന മണ്ണിലേക്ക് ആ ഒരു ഓക്കുമരത്തിനടുത്തായിട്ട് അവനൊരു വൈൻ ബോട്ടിലും എടുത്തെത്തുകയാണ്. അവനെ കണ്ടതും അവന്റെ ദേഹത്തേക്ക് സന്തോഷത്തോടു കൂടി അവൾ പൂക്കൾ കൊഴിക്കുന്നു. അവൾ ആഗ്രഹിച്ചതുപോലെ ആ ഓക്കുമരത്തിന് ചുവട്ടിലായിട്ടാണ് അവളെ അടക്കം ചെയ്തിരിക്കുന്നതും. അവിടെ എത്തിയ ഇന്ദർ പറയുന്നുണ്ട്, ദേ നിന്റെ ഭർത്താവ് കേസ് ജയിച്ച് വന്നിരിക്കുക, നിനക്കതിൽ സന്തോഷമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മരം ഒരുപാട് പൂക്കൾ അവന്റെ ദേഹത്തേക്ക് കൊഴിക്കും. അതേസമയം തന്നെ ഇന്ദർ പറയുന്നുണ്ട്, ദേ എന്റെ കയ്യിൽ കുപ്പിയിരിക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് മദ്യപിക്കത്തൊന്നുമില്ല കേട്ടോ, അത് വർഷത്തിലൊരിക്കൽ മാത്രം, അതിന്റെ ടേസ്റ്റ് മറന്നു പോകാതിരിക്കാനാ എന്ന് പറഞ്ഞിട്ട് അവൾ ഉറങ്ങുന്ന ആ മണ്ണിന് മുകളിലായിട്ട് ഇന്ദറും കിടക്കുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.